ബോർഡർ വരുമ്പോ ഒരു വെറൈറ്റി ഫുൾ ആ ഒരു ടെമ്പിളിൽ വരും. ക്ലബ് കോട്ടിൽ അവൈലബിൾ അല്ലാത്ത പേസ്റ്റൽ ഷെയ്ഡ്സ് നമ്മൾ ഈ ഒരു കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മുകളിൽ കണ്ടോ ആ ബ്ലൂല് തന്നെ ഫുൾ ഇത്രയും അധികം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഒരു ടസർ സിൽക്കിന്റെ ആ ഒരു ഫിനിഷിംഗിലും വന്നിട്ടുണ്ട്. 1000 പീസ് വേണമെങ്കിൽ കിട്ടും പറഞ്ഞ സംഭവം. ഇതെല്ലാം പ്യുവർ അജ്രക്കിലാണ് വരിക, പ്യുവർ മൊഡാൾ വരും. സെക്കൻഡ് ഫ്ലോറിൽ മൊത്തം യൂണിഫോം സാരീസ് ആണ്. ബ്ലൗസ് മെറ്റീരിയൽസ് രസമായിട്ട് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്തത് സൂപ്പറായിട്ട്. ട്രഡീഷണൽ ആയിട്ടുള്ള ഫംഗ്ഷൻസിന് വെയർ ചെയ്യാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും അങ്ങനെ യൂസ് ചെയ്യാം. ഹക്കോബയുടെ കളക്ഷൻസ് ഉണ്ട് കോറ കോട്ടണിൽ. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഡയബിൾ ഫാബ്രിക്സ് ഉണ്ട്, ഷിഫോൺ. തള്ളാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവാന്ന്. കലങ്കാരിയിൽ വരുമ്പോൾ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പോലത്തെ കളക്ഷൻസ് ഉണ്ട്. ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഹക്കോബയിൽ വരും. ഈ ഒരു കളക്ഷൻസിൽ വരുമ്പോൾ നമുക്ക് ഇതേപോലെ. പിന്നെ നമ്മുടെ ആ ഒരു പട്ടിന്റെ തന്നെ ചന്തേരി. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റണ്ണിങ് ഫാബ്രിക്സ്, അതുപോലെ തന്നെ ബ്ലൗസിന്റെ മെറ്റീരിയൽസ്, യൂണിഫോം സാരീസ്, അതും 1000 പീസ് റെഡി ആയിട്ട് സ്റ്റോക്ക് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത്, കേരളത്തിലുള്ള എറണാകുളത്ത് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡിൻ്റെ അവിടെ തന്നെ ബാങ്ക് ഓഫ് ബറോഡയുടെ തൊട്ടടുത്തായിട്ടാണ് ഹോണർ ഏജൻസി എന്ന് പറയുന്നത്. അപ്പോൾ പോയാലും നമുക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്സും അതുപോലെ യൂണിഫോം സാരീസിൻ്റെ കളക്ഷൻസ് കാണാൻ വരും. ഹോണർ ഏജൻസിയുടെ 3rd ഫ്ലോറിലാണ് നിൽക്കുന്നത്. ഇവർക്ക് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് 3 ഫ്ലോറിലായിട്ട് നിറയെ ഫാബ്രിക്സിന്റെ കളക്ഷൻസ്. അപ്പൊ എന്താണ് ഡീറ്റെയിൽ അറിയാൻ വേണ്ടിട്ട് ഹായ്, എന്താണ് വിശേഷം? സുഖമാണോ? സുഖം. നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, തടി കുറഞ്ഞിട്ട്. ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ലേ മോളെ? കഴിക്കാറുണ്ട്. അങ്ങോട്ടും ഈ ഒരു നമ്മളൊക്കെ ഇവിടെ ജിമ്മൊക്കെ എടുത്തിട്ട് വലിയ കാര്യത്തിൽ തടിയൊന്നും കുറയാണ്ട്. അപ്പൊ ഇന്ന് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഫുൾ പ്രീമിയം കളക്ഷൻ ആയിട്ടുള്ള കുറെ ഫാബ്രിക്സ്, അടിപൊളി സംഭവമൊക്കെ കാണുമല്ലോ, നല്ല വെറൈറ്റി കളക്ഷൻസ്. അപ്പൊ നമ്മളിപ്പോ എവിടെയാണ് നിൽക്കണേ? നമ്മളിപ്പോൾ KPK ടവർ ആണ്, ബ്രോഡ്വേയിലാണ് ഈ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഓക്കെ, എറണാകുളത്താണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ കാണിക്കുമ്പോൾ ഈ ഹോണർ ഏജൻസി ഇവിടെ എന്താണ് വെറൈറ്റി കിട്ടുന്നത്? മെയിൻ ആയിട്ട് യൂണിഫോം സാരീസ് ആണ്. കൂടെ തന്നെ നമുക്ക് 44 ഇഞ്ചിന്റെ ഒക്കെ റണ്ണിങ് ഫാബ്രിക്സ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് ബ്ലൗസസിന് മാത്രമായിട്ട് 36 ഇഞ്ചിന്റെ ആ ഒരു കളക്ഷനും വരും. ഓക്കെ, അപ്പൊ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നുമില്ല. അപ്പൊ ഡീറ്റെയിൽ എന്ന് പറയാനായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് ഇതാ. ഇത് കാണുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള കുറെ വെറൈറ്റി കളക്ഷൻസ്. അപ്പൊ ഇത് എങ്ങനെയാ എടുക്കേണ്ടത്, ഏതാ രീതി എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു തരുമോ? വരൂ, അപ്പൊ നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം അല്ലെ? പറഞ്ഞോളൂ, ഇതിനെ കുറിച്ച് എന്താ, ഈ റോഡ് ഫുൾ ആയിട്ട് എടുക്കണോ? ഇല്ല, നമുക്ക് മിനിമം കട്ടിങ് ഒരു ഡിസൈനിന് 10 മീറ്റർ ആണ് വരുന്നത്. മാക്സിമം എത്ര വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നമുക്കൊരു ബിൽ എമൗണ്ട് ഉണ്ട്, അതൊന്ന് മീറ്റ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഡിസൈൻ ആണെങ്കിൽ ഇതിന്റെ 10 മീറ്റർ അങ്ങനെയാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പൊ അതിലത്തെ ഒരുപാട് വെറൈറ്റീസ്. ഇത് കോട്ട ചെക്കിൽ ത്രെഡ് എംബ്രോയിഡറി വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഹക്കോബയിൽ വരുന്നുണ്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഹക്കോബയിൽ തന്നെ ഇത്രയും അധികം കളേഴ്സിൽ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ വെക്കാൻ പറ്റുന്നത് അത്രയ്ക്കാണ് വെച്ചിട്ടുള്ളൂ. സ്റ്റോക്ക് വേറെ സ്ഥലത്ത് വെക്കുന്നുണ്ട്. നമുക്ക് വേറെ സ്റ്റോക്ക് ഉണ്ട്. ഓർഡറിനനുസരിച്ച് നമ്മൾ അത് എത്തിച്ചു തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഓൺലൈൻ ഉണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലേക്കോ നമ്മുടെ ഷോപ്പിലേക്കോ എവിടെ വേണമെങ്കിലും എത്തിച്ചു. വീട്ടിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാണ്ട് നമ്മുടെ സ്വന്തം ആവശ്യത്തിന് ഇവിടുന്ന് മേടിക്കാൻ പറ്റില്ല. കാരണം ഇത് ഹോൾസെയിലാണ്, അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. പിന്നെ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഫുൾ ഡിജിറ്റൽ പ്രിന്റിലാണ് വരുന്നത്. ഹക്കോബയിലുണ്ട്, ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഹക്കോബയിൽ വരും. സിൽക്ക് ബേസ് ഉണ്ട്. ഓക്കെ, ഇതാകുമ്പോ കോട്ടണിൽ വരുന്നത്. അതെ, കോട്ടൺ മിക്സിൽ വരും. ഇതിലോട്ടോ ഡിജിറ്റൽ പ്രിന്റിലാണ്, അതിൽ ഹക്കോബയിൽ വരുന്നത്. അതിന്റെ തന്നെ സെയിം നമുക്ക് സിൽക്കിൽ വരുന്നുണ്ട്. ഇതൊക്കെ സിൽക്കിൽ വരുന്നത്. നമുക്ക് വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഒക്കെ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇപ്പൊ ഇതൊക്കെ മുറിച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇത് ഏതെടുത്താലും നമുക്ക് 10 മീറ്റർ അങ്ങനെയാണോ? ഇതിലിപ്പോ ബൾക്കായിട്ട് വരുന്നത് ഈ ഒരു സെക്ഷൻ ആണ്. അജ്രക്കിന്റെ ഒക്കെ കോട്ടൺ ആവുമ്പോൾ ആ ഒരു ബണ്ടിലായിട്ട് എടുക്കണം. 10 മീറ്റേഴ്സ് 5 മീറ്റേഴ്സ് ഒക്കെയാണ് ആ ഒരു ബണ്ടിൽ ഉണ്ടാവുള്ളൂ. പ്യുവറിൽ അജ്രക്ക് എന്ന് പറയുമ്പോൾ ഇത് ഇവിടെയാണ് കേട്ടോ, ഈ ഒരു സൈഡില് അജ്രക്ക്, കലംകാരി, അങ്ങനെ ഒക്കെ വെറൈറ്റീസ് ആണ് ഉള്ളത്. അപ്പൊ ജസ്റ്റ് ഒരെണ്ണം രണ്ടെണ്ണം എടുത്ത് കാണിക്കാം. കലങ്കാരിയിൽ വരുമ്പോൾ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന പോലത്തെ കളക്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ അജ്രക്കാണെങ്കിൽ നമുക്ക് ഇതേപോലെ മോഡാൾ ബേസിൽ വന്നിട്ടുണ്ട്. ഇത് 7 ഉണ്ട്, അതേപോലെ തന്നെ 11 ഉണ്ട്. അത് എപ്പോഴും ഡിപ്പെൻഡ് ആയിരിക്കും കേട്ടോ. നമുക്ക് ഇന്നതെന്ന് എടുത്ത് പറയാൻ പറ്റില്ല, ഇത്ര മീറ്റർ ഉണ്ടാവും. കാരണം എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതിപ്പോ നാളെ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അത് കൂടുതലായിരിക്കും, കുറയുമായിരിക്കും. ഇനിയിപ്പോ റേറ്റ്, സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്രയാണ് വരുന്നത്? നമുക്ക് 40 രൂപ മുതലാണ് വരുന്നത്. അതും ഇതേപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫാബ്രിക് കയറുന്നതിനനുസരിച്ച് കൂടിയും കുറഞ്ഞും വരും. പിന്നെ റേറ്റിന്റെ കാര്യത്തിൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ റേറ്റ് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. കാരണം ഇന്ന് കണ്ടതാവില്ല, ചിലപ്പോൾ നാളെ കാണാം. പിന്നെ ഇതും ഇപ്പം നമ്മൾ കാണിക്കുന്നത് ചിലപ്പോൾ നാളെ കണ്ടുന്ന് വരില്ല, നാളെ ചിലപ്പോൾ വേറെ ഇതിനേക്കാളും കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിൽ നല്ല ഡിസൈൻസിലൊക്കെ ആയിരിക്കും വരാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു റോള് തന്നെ എടുക്കണം. അത് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ട് ഡയറക്റ്റ് വിളിച്ച് ചോദിച്ചാൽ മതി. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ
നിങ്ങൾ തമ്മിൽ നേരിട്ടായിക്കോട്ടെ അല്ലേ. അപ്പൊ ഇതൊക്കെ നമുക്ക് കലംകാരിയിൽ വരുന്ന കളക്ഷൻസ്. ഇത് വെക്കാൻ കുറച്ച് പണിയുണ്ട്. അതൊക്കെ കലംകാരിയിൽ ഇത്രയും അധികം വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ക്രിയേറ്റിവിറ്റി ചെയ്യാനാണെങ്കിൽ ഇഷ്ടം പോലെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കളക്ഷനാണിത്. ഇതൊക്കെ പ്യുവർ ആയിട്ടുള്ള പെൻ കലങ്കാരി പോലെ വരും. അതേപോലെ തന്നെ കോട്ടണിൽ നമുക്ക് അജ്രക്കിൽ വരുന്നുണ്ട്, ഇക്കട്ടിന്റെ ഉണ്ട്. കോട്ടണിൽ കോട്ടൺ അജ്രക്കാണ് വരുന്നത്. ഇത് എപ്പോഴും പ്രിന്റ് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. വീക്ക്ലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ പ്രീമിയം കളക്ഷൻസ്, പ്രീമിയം ക്വാളിറ്റിയിൽ കിട്ടുന്ന പ്രീമിയം കളക്ഷൻസ് എന്ന് വെച്ചാൽ പ്യൂർ ആയിട്ടുള്ള സംഭവങ്ങൾ. ഇക്കത്തിന്റെയും വരുന്നുണ്ട്. ഇക്കറ്റ് ഉണ്ട്, ഡബിൾ ഉണ്ട്, സിംഗിൾ ഉണ്ട്. കൂടെ ഇതേപോലെ സെമി ആയിട്ട് പ്രിന്റിൽ വരുന്നതുണ്ട്. അതേപോലെ പെൻ കലങ്കാരിയിലുണ്ട്, പ്ലെയിൻ കലങ്കാരിയിൽ വരും. കോട്ടണിലാണെങ്കിൽ അജ്രക്ക് വരുന്നുണ്ട്. പിന്നെ കാന്താവർക്കൊക്കെ പോലെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കളക്ഷൻസ് തന്നെ നമുക്ക് കുറച്ചധികം വരും. അപ്പൊ ഇത് 3rd ഫ്ലോർ മൊത്തം വരുന്നത് ഫൈബ്രിക്സിന്റെ മാത്രം കളക്ഷൻസ് ആണ്. ഇത് കൂടാണ്ട് താഴത്തെ ഫ്ലോറിൽ വരുന്നത് യൂണിഫോം സാരീസ്. അത് യൂണിഫോം സാരീസ് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഞെട്ടി പോയിട്ടോ. അതിൽ നമുക്ക് കൂടുതൽ കൂടുതൽ കളക്ഷൻസ് തന്നെയല്ല, 1000 പീസ് റെഡി സ്റ്റോക്ക് തന്നെ ഉണ്ട്. അതിന്റെ കളക്ഷൻസ് കാണണമെങ്കിൽ ഇപ്പൊ തന്നെ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം, നമുക്ക് താഴത്തേക്ക്. അപ്പൊ ഇനിയും കളക്ഷൻസ് കാണിക്കാണ്ട്. അപ്പൊ ഇപ്പുറത്തെ സൈഡ് വരാണെങ്കിൽ എന്താ വരുന്ന വെറൈറ്റി? ഇത് നമ്മൾ യൂണിഫോം സൽവാറിന് സെറ്റ് ചെയ്യുന്ന പോലത്തെ മെറ്റീരിയൽ കളക്ഷൻസ് ആണ് വരുന്നത്. വിത്ത് ബോർഡറോട് കൂടിയിട്ടും അല്ലാതെയും വരുന്നുണ്ട്. ഇതിന് നമുക്ക് പെയർ ചെയ്തെടുക്കാൻ പറ്റുന്ന പോലെ സ്ലബ് കോട്ടന്റെയും കളേഴ്സിൽ വെവ്വേറെ കളക്ഷൻസ് അവൈലബിൾ ആണ്. ഇതൊക്കെ ബ്രോക്കേഡ് പോലത്തെ ഒരു സിൽക്ക് ബേസിലാണ് സെമി. അപ്പൊ ഇത് നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ പറ്റില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ്. നമ്മുടെ ക്രിയേറ്റീവ് അനുസരിച്ച് ഡിസൈനറാണ്. ഡിസൈനറാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടാ. പിന്നെ അത് നമ്മൾ ഫേസ് പ്രിന്റിൽ വന്നിട്ടുള്ള കലങ്കാരിയുടെ തന്നെ കളക്ഷൻ ഇപ്പുറത്തെ സൈഡാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ. പിന്നെ ഇപ്പുറത്തെ സൈഡ് വരുന്നത് ഇത് നമുക്ക് സ്ലബ് കോട്ടൺ ആണ് വരിക. ചിലൊരു ജെൻസിന്റെ കുർത്തയ്ക്ക് ആയിട്ടും അങ്ങനെയും പോകുന്നുണ്ട്. യൂണിഫോം യൂണിഫോം സാരി സെറ്റ് ചെയ്യുന്നതിന് കളർ മാച്ചിങ് ആയിട്ടുള്ള കളക്ഷൻ ആണ് നമ്മൾ ഇതിൽ വന്നത്. ഈ ഫുൾ ഐറ്റം വരെ. അപ്പൊ അതിന്റെ ഇടയിൽ ഇവിടെ ഒരു ഓർഗൻസ വിട്ടുപോയിട്ടുണ്ട്. അതെ, ഓർഗൻസയുടെ കളക്ഷൻസ് ആണ് ഇത്. നമുക്ക് ബാത്തിക് പ്രിന്റിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ്, ഓർഗൻസയിൽ തന്നെ. അപ്പൊ ഇത് ഫുൾ ഓർഗൻസയിൽ വരുന്ന കളക്ഷൻസ് ആണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. പിന്നെ സ്ലബില് വരുന്നത് ഇവിടുന്ന് ഈ ഫുൾ ഐറ്റം വരെ. ഇനിയിപ്പോ ഇതിന് വിഡ്ത്തും ലെങ്ത്തും ഒക്കെ എങ്ങനെയാ വരുന്നത്? നോർമൽ നമ്മുടെ കളക്ഷൻസ് എല്ലാം 44ലാണ്. ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള അതേപോലെ പ്ലീറ്റഡ് ആയിട്ടുള്ള ഫാബ്രിക്സ് മാത്രമാണ് ഒരു 60 ഇഞ്ച് വിഡ്ത്തിൽ വന്നിട്ടുള്ളത്. ഓക്കെ. അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അത് സീസൺ അനുസരിച്ച്. നമ്മളിപ്പോ ക്രിസ്മസ് സീസൺ ബേസ് ചെയ്തിട്ട് ഇറക്കിയിട്ടുള്ള ഫാബ്രിക് ആയിരുന്നു അത്. ആ സമയത്തുള്ളത്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞോട്ടെ, കഴിഞ്ഞ കൊല്ലത്തെ കാര്യം ഇപ്പൊ പറയണത്. ഇപ്പൊ കൊല്ലം മാറി. അപ്പൊ ഇതൊക്കെ സ്ലബിൽ വരുന്നത് അല്ലേ? ഇതൊക്കെ നമുക്ക് കുർത്തീസിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ബ്ലൗസസ് ഇതൊക്കെ ആകുമ്പോൾ ലൈനിങ് വിത്തൗട്ട് ലൈനിങ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഡെയിലി യൂസിനും പറ്റുന്ന ഫാബ്രിക്. അല്ല, ഇപ്പൊ ലൈനിങ്ങിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ലൈനിങ്ങും ഇവിടെ കിട്ടും? ഇല്ല, ലൈനിങ് നമുക്ക് അവൈലബിൾ അല്ല. ബുട്ടിക്കായിട്ടുള്ള മെയിൻ ഫൈബ്രിക്സ് മാത്രം കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഇതൊക്കെ നല്ല രസമായിട്ട് ക്രഷ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതാ ക്രഷ്ഡ് ആയിട്ടുള്ളത്. അതില് കളേഴ്സ് ഉണ്ട്. ഇപ്പൊ ഉള്ളത് വെച്ചിട്ടുള്ളതാണ്. സ്കേർട്ടിനൊക്കെ നന്നായി പോകുന്ന ഒരു ഫാബ്രിക്. ഇനി പിന്നെ നമ്മുടെ കേരള ട്രഡീഷണൽ ആയിട്ടുള്ള കളക്ഷൻസ് അതിൽ പ്രിന്റ് ആയിട്ട് ഇതൊന്നും അവിടെ വെച്ചോട്ടെ. ഇതിന്റെ സ്ഥലം മാറിപ്പോയിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾ മാറ്റി വെച്ചാൽ മതി. ഓക്കെ. ഇത് കേരള തീമിൽ വന്നിട്ടുള്ളത്. കേരള തീമിൽ. അപ്പൊ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടൂല? പ്ലെയിൻ ആയിട്ട് ഇതേപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള ബോർഡർ ആണെങ്കിൽ അങ്ങനെ അവൈലബിൾ ആണ്. ഇതിപ്പോ എത്രയുണ്ട്? ഇത് ഫുൾ റോൾ ഇങ്ങനെ എടുക്കണോ? ഫുൾ റോൾ എടുക്കാം. അതേപോലെ 10 മീറ്റർ ആണ് ഇതിലും കട്ടിങ് വരുന്നത്. ഇനിയിപ്പോ 10 മീറ്ററുടെ കാര്യം പറഞ്ഞു. ഈ 10 മീറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ ഈ കടക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അതെ. അപ്പൊ അവർക്ക് എങ്ങനെയാണ് ഈ 10 മീറ്റർ മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ മൊത്തത്തിൽ നിന്ന് 10 മീറ്റർ എങ്ങനെയാ എടുക്കേണ്ടത്? നമുക്കിപ്പോ ഇതിന്ന് ഒരു 10 മീറ്റർ ആണെങ്കിൽ നെക്സ്റ്റ് ഡിസൈനിൽ 10 മീറ്റർ എടുക്കാം. അപ്പൊ ആ ഒരു ബിൽ എമൗണ്ട് മീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇവിടുന്ന് കൊറിയർ അയക്കുമ്പോൾ ഇവിടെ നമ്മളിപ്പോ ഡയറക്റ്റ് വരാത്തവരാണെങ്കിൽ കൊറിയർ അയക്കുവാണെങ്കിൽ എങ്ങനെയാ വെച്ചാൽ ട്രാൻസ്പോർട്ടില് അതിനൊരു ബൾക്കായിട്ടുള്ള ഒരു പർച്ചേസ് ചെയ്യണം, പാക്കിംഗ് ഉണ്ടാവും. എന്നാലാണ് നമുക്കും ലാഭം ഉള്ളോട്ടാ. കാരണം ആ കൊറിയറിനാണെങ്കിൽ പൈസ കൂടുതൽ നമ്മൾ തന്നെ പേ ചെയ്യേണ്ടി വരും. ഒരു 2-3. പിന്നെ കടക്കാർക്ക് മാത്രമാകുമ്പോൾ എന്തായാലും 1-2 പീസ് ഒന്നും നമ്മൾ എടുക്കില്ല. ഇനി ഡയറക്റ്റ് വരണമെങ്കിൽ ലൊക്കേഷൻസ് പറയാം, ഒന്നുകൂടി വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ഫുൾ ട്രഡീഷണലിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിന്റെ ഡിസൈൻസ് ഇങ്ങനെ മാറി മാറി നിൽക്കൂല. അതെ, ടെമ്പിളിൽ അവൈലബിൾ ആണ്. ഇതിപ്പോ നമുക്ക് മുറിച്ചിട്ട് സാരി ആക്കണമെങ്കിൽ സാരി ആക്കാം, പട്ടുപാവാട ആക്കണമെങ്കിൽ സ്കേർട്ട്, ഇങ്ങനെ വേണമെങ്കിലും ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ ക്രിയേറ്റീവ് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുറെ ടിഷ്യൂസിന്റെ ഉണ്ട്. ഇത് റോസ് ഗോൾഡ്. റോസ് ഗോൾഡ് ഇതാകുമ്പോൾ കുറച്ചും കൂടി വലിയ ബോർഡേഴ്സ് വരുന്നത് പോലെ. ഇപ്പൊ ഈ നമുക്ക് ഈ വിഷു സീസണൊക്കെ പറ്റുന്ന പോലത്തെ കളക്ഷൻസ് ആണ് ഇനി വരുന്നത്. നമുക്ക് വിഷു വന്നോണെങ്കിലേ വിഷുവിന്റെ തയ്യാറെടുപ്പ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ഫ്ലോയി ആയിട്ടുള്ള ഓർഗൻസയിൽ ടിഷ്യൂ വരുന്നുണ്ട്, ബോർഡർലെസ് ആയിരിക്കും. ഇത് ഓർഗൻസിലല്ല, പ്യുവറില്. അത് പ്യുവറിലാണ് കേട്ടോ, ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഫൈബ്രിക്കിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല അല്ലേ, ക്വാളിറ്റി ഉള്ള.
പിന്നെ കളക്ഷൻസും ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട്. ഇതും ഓർഗൻസയിൽ വന്നിട്ടുള്ളതാണ്, പുതിയ ഒരു മോഡൽ അല്ലേ. ഓർഗൻസയിൽ ഫുൾ ഇങ്ങനെ ജെറീര വർക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതില് കുറെ വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ കയ്യിൽ കിട്ടുന്നത് മാത്രം എടുക്കണമല്ലോ. അതായത് ഇത് കാണുന്നത് മൊത്തം നമുക്ക് കേരള ട്രഡീഷണൽ ആയിട്ടുള്ള അതുപോലെ ഫ്ലോയിൽ കാണിക്കുന്നില്ലേ, ഫ്ലോയിലത്തെ ഇത് ഫുൾ അതിന്റെ കളക്ഷൻസ് ആണ് ഉള്ളത് കേട്ടോ. പിന്നെ ഇപ്പുറത്തെ സൈഡ് വരാണെങ്കിൽ ഈ ഡയബിളുടെ ഹക്കോബയുടെ കളക്ഷൻസ് ഉണ്ട്, കോറ കോട്ടണിൽ. പിന്നെ പ്ലെയിൻ ആയിട്ടുള്ള ഡയബിൾ ഫാബ്രിക്സ് ഉണ്ട്, ഷിഫോൺ, ജോർജറ്റ്, ഓർഗൻസ. പ്ലെയിനിൽ വേണമെങ്കിൽ ഇങ്ങനെ, ഇനി ഇത് ഹക്കോബയിൽ വേണമെങ്കിൽ ഇവിടുന്ന് എടുക്കാം. പിന്നെ ഇത് വൈറ്റിലും ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചോ, ഇത് ഓഫ് വൈറ്റും വൈറ്റും 2 കളറായിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ഡയബിൾ ചെയ്യാനായിട്ടുള്ളത്. പിന്നെ വരുന്നത് ഡയബിൾ ബനാറസിയിലുണ്ട്, ജോർജറ്റിൽ. ഇതിൽ സീക്വൻസ് വർക്കോട് കൂടിയിട്ടുള്ളതുണ്ട്, ജെറിയോട് കൂടിയിട്ടുള്ളതുണ്ട്, ഇതേപോലെ മൾട്ടി കളർ ത്രെഡോട് കൂടിയിട്ടുള്ളതുണ്ട്. കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന ബൊട്ടീക്കാർക്ക് ഇതും ഡയബിൾ തന്നെയാണ്. ഇതും ഡയബിൾ കെമിക്കൽ ലേസ്. ഡയബിൾ തന്നെ ഒരു വെറൈറ്റി നല്ല ഒരു ശേഖരം വെച്ചിട്ടുണ്ട്. നല്ല കളക്ഷൻസ് വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊരു സൈഡ് മാത്രമായിട്ടുള്ളൂ കേട്ടോ. ഇനി അപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ വെറൈറ്റി എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. പോയാലും നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോവാം. അപ്പുറത്തെ സൈഡ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ വരുന്ന കളക്ഷൻസ് എന്ന് പറയുമ്പോൾ പ്ലെയിൻ ഫാബ്രിക്സ് ആണ് വരുന്നത്. പ്ലെയിനിൽ പറയുമ്പോൾ ഇങ്ങനെയാ ഇതിന്റെ ഡീറ്റെയിൽസ് കാണുമ്പോൾ ഒക്കെ പ്ലെയിൻ. അതില് എനിക്ക് തോന്നുന്നു കുറെ ഷിഫോൺ കാണുന്നുണ്ട്, വിചിത്ര സിൽക്ക് കാണുന്നുണ്ട്, ജോർജറ്റ് ഉണ്ട്. ഇതൊക്കെ ജോർജറ്റ്. ഈ ഒരു കളക്ഷൻ ജോർജറ്റ് ആണ് വരുന്നത്. കൂടുതൽ നമുക്ക് വാട്ടർ കളേഴ്സ് ആണ് വരുന്നത്. പിന്നെ ബോൾഡ് ആയിട്ടുള്ള കളേഴ്സും ഉണ്ട്. ഇതില് ഇങ്ങനെ ചെറിയ സെൽഫ് ബൂട്ട വരുന്ന കളക്ഷൻസ് വരുന്നുണ്ട്, പ്ലെയിനും വരുന്നുണ്ട്. അപ്പൊ ഇതിലൊരു കാര്യം കൂടെ ചോദിക്കാണ്ടെന്ന് വെച്ചാൽ ഇത് ചെറിയൊരു ബണ്ടലായിട്ട് ഇരിക്കുന്നത്, ഇത് വലിയ ബണ്ടലായിട്ട്. ഇതിലും എങ്ങനെ 10 മീറ്റർ തന്നെയാണ് മിനിമം. അപ്പൊ അങ്ങനെ ടെൻഷൻ ഇല്ല, നമുക്ക് നമ്മുടെ ഇഷ്ടം ചെയ്തെടുക്കാം. പിന്നെ വിചിത്ര സിൽക്കില് അല്ലേ, ഈ കാണുന്നത് ഇത്രയും അധികം വിചിത്ര സിൽക്കിൽ മാത്രം വരുന്ന ഒരുപാട് കളർ ഓപ്ഷൻസ് ഉണ്ട്. 10 മീറ്ററിൽ വേണമെങ്കിൽ. പിന്നെ ഓർഗൻസ പ്ലെയിൻ ഓർഗൻസ, അത് ടിഷ്യൂ ഉണ്ട്, ഷിമ്മറും ഉണ്ട്. ഷിമ്മർ ഓർഗൻസയിൽ ഇതിന്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ എങ്ങനെ വരും? 44 തന്നെ വരും. സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇതേപോലെ നമുക്ക് ഷർട്ടിങ്ങിന് പറ്റിയിട്ടുള്ള ഖാദിയുണ്ട്. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ജെന്റ്സിനും നമുക്ക് ഷർട്ടിങ്ങിന് പറ്റുന്ന കുറച്ച് കംഫർട്ട് ആയിട്ടുള്ള 2 ഫാബ്രിക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഷർട്ടിന്റെ ഫാബ്രിക്കും കൂടി ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊന്നും ഖാദി കോട്ടൺ, അതില് സിൽക്ക് ടൈപ്പ് ആയിട്ട് വരുന്നത്, അങ്ങനത്തെ വെറൈറ്റി ഒരു മിക്സഡ് ആയിട്ടുള്ള വരും. പിന്നെ നമുക്ക് സാരീസിന് പോകുന്ന ഒരു മെയിൻ ഐറ്റമാണ് നമ്മുടെ കോട്ട ചെക്ക്. കളേഴ്സ് അവൈലബിൾ ആണ്, വൈറ്റും ഉണ്ട്. വെറൈറ്റികളുണ്ട് ഇഷ്ടം പോലെ. ഈ മുകളിലിരിക്കുന്നതൊക്കെ സ്ലബ് കോട്ടൺ ആണ്, ഒക്കെ സ്ലബ് കോട്ടണില്. ഈ ഒരു സൈഡ് മൊത്തം നിങ്ങൾ പ്ലെയിനിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് സ്ലബ് കോട്ടണിൽ വന്നിട്ടുള്ളതാണ്. നമുക്ക് എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ഇപ്പോൾ സ്ലബ് കോട്ടണിൽ അവൈലബിൾ അല്ലാത്ത പേസ്റ്റൽ ഷെയ്ഡ്സും നമ്മൾ ഈ ഒരു കളക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട്, ലൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട്, ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഉണ്ട്. വൈറ്റും ഉണ്ട്, വൈറ്റ്, ബ്ലാക്ക്, അങ്ങനത്തെ ബോൾഡ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. മെറൂൺ ഷെയ്ഡ്, പർപ്പിൾ ഷെയ്ഡ്, അതെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഇയറിൻ്റെ കളറായിട്ടുള്ള പീച്ചിൻ്റെ തന്നെ ഒരു 3 ഷെയ്ഡ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്ന ഇതേപോലെ പേസ്റ്റൽ ആയിട്ടുള്ള ഷെയ്ഡ്സും ഉണ്ട്. ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള റാണി. ഇത് ഈ കാണുന്നത് മാത്രമല്ല, അടിയിൽ ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് എത്തിച്ചു നോക്കിയാൽ നിറയെ അറ്റം വരെ നിറച്ച് കളക്ഷൻസ് ആണ് ഉള്ളത്. അതേപോലെ നമ്മളിപ്പോൾ ഉള്ളത് 3rd ഫ്ലോറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇത് കൂടാണ്ട് ഇവർക്ക് 1st ഫ്ലോറും 2nd ഫ്ലോറും ഉണ്ട്. അപ്പോൾ മൊത്തം ഫാബ്രിക്സിൻ്റെ ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് 10 മീറ്റർ ഇവിടുന്ന് 10 മീറ്റർ അങ്ങനെ ഒരു ബില്ലാവണമെന്ന് പറഞ്ഞാൽ ഈ ഒരു കൗണ്ടർ മാത്രമല്ല, നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അടിയിൽ നിന്ന് കുറച്ചെടുത്ത് ഇവിടുന്ന് കുറച്ചെടുത്തു, ബ്ലൗസ് കുറച്ചെടുത്തു, അങ്ങനെ ബില്ലിംഗ് എല്ലാം ഒന്നിച്ചായിരിക്കും. ആ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ അത് ക്ലിയർ. അപ്പൊ ടെൻഷൻ വേണ്ട, നമുക്ക് അവിടെ നിന്ന് ഇവിടെ നോക്കിയൊക്കെ എങ്ങനെയായാലും ഒരു ബിൽ എമൗണ്ട് ഉണ്ടായാൽ മതി. അത് എത്രയാവണം എന്നുള്ളത് നിങ്ങൾ തന്നെ വിളിച്ചു ചോദിച്ചാൽ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞാൽ ഞാൻ പോവാന് എവിടേക്ക് നമുക്ക് സെക്ഷൻ വരും. നമ്മളിപ്പോ ഉള്ളത് 2nd ഫ്ലോറിലാണ്. 2nd ഫ്ലോറിൽ മൊത്തം യൂണിഫോം സാരീസ്, അതും 1000 പീസ് അറ്റ് എ ടൈം റെഡി സ്റ്റോക്ക് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. പിന്നെ അത് കൂടാണ്ട് 500+ ഡിസൈൻസിലാണ് ഈ ഒരു 1000 പീസസ് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആയിട്ട്. ഇതൊക്കെ റെഡി സ്റ്റോക്ക് ആയിട്ടുള്ള സാരീസ് ആണ്, അതും യൂണിഫോം സാരീസ് ആണ്. ഇവിടെ എന്താ ചെയ്യണം, ബില്ലിംഗ് സോർട്ട് ചെയ്ത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബില്ലിംഗ് നമുക്ക് ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കട്ടെ. സെറ്റ് മുണ്ടല്ലേ അത്? സെറ്റ് ഒരേ കളറിൽ കണ്ട ഇത്രയും പീസസ്. അപ്പൊ ആവശ്യമുള്ള അത്ര വേണമെങ്കിലും എടുക്കാം, പക്ഷെ 1000 വേണമെങ്കിൽ 1000 കിട്ടുന്നതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതൊക്കെ സാരീസിന്റെ തന്നെ നിങ്ങൾക്ക് കാണാം, ഒരേ കളറിൽ തന്നെ. അപ്പൊ നമുക്കിത് സാരീസ് എങ്ങനെ തുറന്ന് കാണാൻ പറ്റുമോ, എങ്ങനെയാ ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ട് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷൻ ഉണ്ട്. എന്നാൽ കുറച്ചും കൂടി ഹെവി ആയിട്ട് വരുന്ന കളക്ഷൻസ് ഉണ്ട്. ഇതേപോലെ സെമി സിൽക്ക് ബേസിൽ വരുന്നത്. ഓക്കെ, അപ്പൊ സാരീസ് സെമി സിൽക്കില്.
അപ്പൊ ഈ സാരീസിലൊക്കെ വരുമ്പോ സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്ര വരും? നമുക്ക് മിക്സ് ഷിഫോൺ ഒക്കെ ആണെങ്കിൽ 200 ആ ഒരു റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യും. യൂണിഫോം ആണെങ്കിൽ 300-400 ആ ഒരു റേഞ്ചിലുണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അത് സ്റ്റാഫ് ആയിരുന്നിട്ടോ, അത് കെയർ ചെയ്യേണ്ട, ഇവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ബോധർ ചെയ്യില്ല. അപ്പൊ സാരീസ് പറയുമ്പോൾ സോഫ്റ്റ് സിൽക്ക്, സെമി സോഫ്റ്റ് സിൽക്ക് എന്നാണ് സാധാരണ നമ്മൾ മലയാളികൾ പറയുന്നത്. അതിൽ വരുന്ന സാരീസ് ഇതിന്റെ തന്നെ ബൾക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ വെച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ 50 പീസ് വേണോ, 100 പീസ് വേണോ, 500 പീസ് വേണോ ഒക്കെ തരാൻ നമ്മൾ റെഡിയാണ്. അപ്പൊ സാരീസിന്റെ ഏത് കളർ ചോദിച്ചാലും ഉണ്ട്, പക്ഷെ കടക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അത് എടുത്ത് പറയാണ് ബൾക്കായിട്ട്. ഇതും ബണ്ടലായിട്ട് ഇതാ എടുത്തോണ്ടിരിക്കുന്നത്. ഇതും ഒരു സാരിയിലെ ഇത് ലിനനിലെ ടിഷ്യൂല് വന്നിട്ടാണ് സിൽവറിൽ. ഇതിന് തന്നെ നമുക്കൊരു 3-4 കളേഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു ടിഷ്യൂ ഫിനിഷിങ് വരും. ഇനിയിപ്പോ ഈ ഒരു ബണ്ടൽ എന്ന് പറയുമ്പോൾ ഇതിൽ എത്ര പീസ് ഉണ്ട്? ഇതിലിപ്പോ 5 പീസാണ്. ഈ 5 പീസ് അങ്ങനെ തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് 2 എടുത്താൽ മതി, അല്ലെങ്കിൽ അതിൽ നിന്ന് 2 അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. പൊട്ടിക്കാം. പൊട്ടിക്കാം സെയിൽ ചെയ്യുന്നതിന് വേണ്ടിട്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് കളക്ഷൻസ് വരുന്നത്. പിന്നെ ഇപ്പുറത്തെ ഇത് നല്ല അടിപൊളിയാണല്ലോ, കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള ലുക്കിലാണ് ഈ ഒരു ടൈപ്പ് വന്നിട്ടുള്ളത്. ഈ സാരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറും അതുപോലെ പല ഒക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാം. ട്രഡീഷണൽ ആയിട്ടുള്ള ഫംഗ്ഷൻസിന് വെയർ ചെയ്യാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും അങ്ങനെ യൂസ് ചെയ്യാം. ഒരു ഫംഗ്ഷനോ കല്യാണം ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഒരേപോലെ നിൽക്കണ കണ്ടിട്ടുണ്ടോ, യൂണിഫോം സാരീസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സ്കൂളിലേക്ക് ടീച്ചേഴ്സിനൊക്കെ അപ്പൊ അതൊക്കെ മേടിക്കുന്നത് എവിടുന്നാണ്? സാധാരണ റീറ്റെയിൽ കടയിൽ നിന്നാണ് മേടിക്കുന്നത്. ഇപ്പൊ ആ കടക്കാർ എവിടുന്ന മേടിക്കുന്നത്? ഇവിടുന്ന മേടിക്കുന്നത്. റേറ്റ് നമ്മൾ പറയില്ല കേട്ടോ, റേറ്റ് ഒക്കെ അവിടെ നിന്ന് മതി. പക്ഷെ 200 തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ സാരീസിന്റെ പല്ലുവിന്റെ പോർഷൻ ഇത് പല്ലു വരുന്നത് കേട്ടോ, മസ്റ്റേർഡ് യെല്ലോ അതുപോലെ തന്നെ മെറൂൺ ഷെയ്ഡിലാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. സൂപ്പർ കളർ ട്ടാ. ഇതിലും കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇതിന്റെ കളർ ചേഞ്ചസ് ആണ് വരുന്നത് അല്ലെ. ബ്ലൂ ഒക്കെ ബ്ലൂല് മറൂൺ വരുന്നുണ്ട്, ഗ്രീനില് മറൂൺ വരുന്നുണ്ട്, അങ്ങനെ കളേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങൾ വന്ന് നോക്കി കഴിഞ്ഞാൽ കളേഴ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ യൂണിഫോമിന്റെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇനി ടസർ സെമിയിലുണ്ട്. അതേപോലെ തന്നെ ഇതോ ഈ ഒരു കളക്ഷൻസ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കളക്ഷനിലാണ് വന്നിട്ടുള്ളത്. സോഫ്റ്റ് ആയിരിക്കും, ഈസി വെയർ ആണ്, ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. ഓക്കെ. ഇതൊക്കെ ഹോൾസെയിൽ പ്രൈസിലാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്, ബൾക്കായിട്ട്. അപ്പോൾ ഒരു മിനിമം ഇത്ര രൂപ എന്നുണ്ടെന്ന് വെച്ചാൽ ഒരു ബണ്ടൽ പാർസൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ടാവും. ആ പാർസൽ എമൗണ്ടിന്റെ ആവണ വരയ്ക്ക് നമുക്ക് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ ഇത് വരുന്നത് ചെക്കോട്ടയിൽ വന്നിട്ടുള്ളതാണ്. ഇതാ ഇതിലിത് ഓപ്പൺ ചെയ്യണില്ല, കാരണം ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്യണല്ലേ. ഇതിങ്ങനെ കോട്ട ചെക്കിൽ വരുന്നത് കേട്ടോ. നൂല് പൊട്ടിക്കണ്ട, ഫ്രഷ് പീസ് ആണല്ലോ, കടക്കാർ കൊണ്ടുപോകാനുള്ളതാ. ഇതിൽ ത്രെഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്, വർക്ക് എന്ന് പറയണത്. ഇതും ഇപ്പൊ ഞാൻ ഒരു ബണ്ടലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫുൾ അതിന്റെ കളക്ഷൻസ് വരുന്നതാ. ഇത് ഫുൾ അടിയിൽ മൊത്തം സാരി കൊടുത്ത് വരുമ്പോ ഇങ്ങനെയൊരു ലുക്കാണ് കേട്ടോ വരുന്നത്. ഇതാ അപ്പൊ ഫോട്ടോ കണ്ടിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. പിന്നെ ഇതെന്താ? ഇത് കോട്ടൺ ബേസിൽ വന്നിട്ടുള്ളതാണ്. ഇതേപോലെ ത്രെഡിൽ വരും. ഓക്കെ. പ്ലെയിനില് ബോർഡർലെസ് ആയിട്ടുള്ളത്. രണ്ടാളും കൂടി അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് ഒരു പരിവാക്കാം. കവർ കൊണ്ടൊക്കെ സാരി എനിക്ക് മതി. ഇതാ ഇത് ത്രെഡിൽ എന്ന് വെച്ചാൽ ബോർഡർ ഇല്ലാത്തതും അതിൽ ത്രെഡ് വന്നിട്ടുള്ളത് ഒരു ബേജ് കളർ. ഈ ഒരു ടൈപ്പ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടും നമുക്ക് യൂണിഫോം സാരി അതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ സാരീസിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഫംഗ്ഷനായാലും കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഒക്കേഷൻ വൈസ് കസ്റ്റമൈസ് ചെയ്യാന്ന് പറയുമ്പോൾ എങ്ങനെയാ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ക്രോസ് സ്റ്റിച്ചും ത്രെഡ് വർക്കിന്റെ ഫ്ലോറിൽ അങ്ങനെ നമുക്ക് എന്താണ് ഇവിടെ ആവശ്യം എന്ന് വെച്ചാൽ അത് നമ്മൾ പറഞ്ഞത് അത് എത്ര എടുക്കണം? അതിനൊരു ബൾക്ക് എമൗണ്ട് വേണം. ഇത്ര നമ്പർ ഓഫ് പീസസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് അങ്ങനെ ചെയ്ത് കസ്റ്റമൈസിനാണെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പൊ റെഡി ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ഉണ്ട്, അതിന് ഏതെങ്കിലും പറ്റും കേട്ടോ. ഇതും കുറച്ച് വെറൈറ്റി ആണല്ലോ, കണ്ടോടത്തോളം ഒക്കെ വെറൈറ്റി ആണല്ലോ ഇരിക്കണത്. ഓരോന്നും ഓരോ ടൈപ്പ് കളക്ഷനിൽ വരും. ഇതാ ഇങ്ങനെ സാരീസ് നോക്കുകയാണെങ്കിൽ A to Z എല്ലാം സാരീസ് കിട്ടും. ബൾക്കായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഒരു സിംഗിൾ പീസ് ആയിട്ട് ഇവിടെ കിട്ടില്ല. കടക്കാർക്ക് മാത്രമാണ് ഹോൾസെയിലാണ് എടുത്തെടുത്ത് പറയുകയാണ്. കാരണം എത്ര ഹോൾസെയിലിന്റെ വീഡിയോ ചെയ്താലും പറയും റീറ്റെയിലാണ്, ഒരു സിംഗിൾ പീസ്. പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളുടെ കയ്യിലുള്ള കളക്ഷൻസ് അത്രയും നല്ലതാണ്. ഇത് വരുന്നത് ചന്തേരിയില് വീവിംഗ് ആണ് കേട്ടോ ഫുൾ വന്നിരിക്കുന്നത് ചന്തേരിയിൽ. അതുപോലെ ഇതിന്റെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ അതിന്റെ കളേഴ്സ് സെയിം ആയിരിക്കും, കുറച്ച് വീവിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നിൽക്കും. വൈറ്റ് സാരീസും അവൈലബിൾ ആണ് നമുക്ക്.
ഇത് വരുന്നതും ചന്തേരി ഷിഫോൺ ജോർജറ്റ് ആ ഒരു ടൈപ്പ് ഓഫ് കളക്ഷൻസിൽ വരും. ഇതേപോലെ വീവിങ്ങിന്റെ ആ ഒരു ഡിസൈൻസ് മാറി മാറി വരും. ഇനിയിപ്പോ അത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമുക്കൊരു ഓൺലൈൻ ടീം ഉണ്ട്. വാട്സപ്പ് ത്രൂവോ ഇൻസ്റ്റ ത്രൂവോ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നമ്പർ ഷെയർ ചെയ്യും. അത് ത്രൂ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ കോൾ വഴിയോ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടോ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇനി ഇവർക്ക് ഒരു ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഉണ്ട്. ഹോണർ ഏജൻസീസ് എന്നാണ്. ഹോണർ ഏജൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കടയുടെ ഫുള്ള് ലുക്കായിട്ടല്ല കാണിക്കുക. ഓരോരോ പീസും അതിന് എത്ര വെറൈറ്റീസ് ഉണ്ട് അതൊക്കെയാണ് ഡീറ്റെയിൽസ്. അത് ഫാബ്രിക്കിലായാലും ശരി, സാരീസിലായാലും അങ്ങനെയല്ല കാണിക്കുന്നത്. ഓരോ സെക്ഷനിലായിട്ട് അങ്ങനെ ഓരോ സെക്ഷൻ. അപ്പൊ ആ ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഡെയിലി അപ്ഡേഷൻ വരും. നമുക്ക് ഡെയിലി ഓരോ ഫാബ്രിക്കോ സാരീസോ വരുന്നതിനനുസരിച്ച് നമ്മൾ ഡെയിലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. റീസ്റ്റോക്ക് ആയത് നമ്മൾ സ്റ്റോറീസ് ആയിട്ടും ഷെയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഞാൻ അടുത്തേക്ക് കാണുന്നല്ലോ. ശോപ്പിന്റെ സമയം എത്ര മണി തൊട്ട് എത്ര മണി വരെയാ? 10 to 6 ആണ്. 10 to 6 ഉണ്ട്. 6 to ഇല്ല, അതിന് ശേഷം നമുക്കില്ല. അല്ല, സൺഡേ ഇല്ല. സൺഡേ ഒരു ദിവസം കിടന്ന് ഉറങ്ങട്ടെ. പിന്നെ ഇത് മൊത്തം വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഗ്രേ ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന സാരീസ് ആണ്. അതിൽ നിങ്ങൾ ചോദിക്കുന്ന മെറ്റീരിയൽസ് ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു വൈറ്റ് എടുത്താൽ നല്ല ഭംഗിയുണ്ട്. വൈറ്റും റെഡും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ആണ്. ഇതെല്ലാ ഒക്കേഷനും പറ്റുന്ന പോലെ വരുന്നത്. നിങ്ങൾക്ക് ഒക്കേഷൻ വേണോ, എന്ത് വെറൈറ്റി, എന്ത് ആവശ്യമാണോ അതിനുള്ള സാരീസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ വെറൈറ്റികൾ കേട്ടോ. അതായത് ചെക്കിൽ വരുന്നത് പിന്നെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഇൻഡിഗോ ബ്ലൂവിന്റെ ഇപ്പോഴല്ല, അത് പണ്ടേ തൊട്ട് ട്രെൻഡാണ്. പക്ഷെ ഇതുവരെ ആ ട്രെൻഡ് പോയിട്ടില്ല കേട്ടോ. ഇൻഡിഗോയില് കുറെ വെറൈറ്റി കളക്ഷൻസ്. അത് ചന്തേരിയിലും കോട്ടണിലുമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതിപ്പോ ഒരു ടസർ സിൽക്കിന്റെ ആ ഒരു ഫിനിഷിംഗിലും വന്നിട്ടുണ്ട്. ഇതൊക്കെ അതിന്റെ വെറൈറ്റികൾ. അത് ഇനി ഓപ്പൺ ചെയ്യണ്ട. ഇതൊക്കെ ഇതിന്റെ പ്രിന്റ്സ് വേറെ വരും. ഇത്രയും വെറൈറ്റീസ് ഇത്രയല്ല, നമുക്ക് കയ്യിൽ കിട്ടിയത് എടുത്ത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ കോട്ടണിൽ വരുന്ന വെറൈറ്റീസ് കേട്ടോ. ഫുൾ ത്രെഡ് വർക്കിൽ വരുന്നത്. ഇതാവുമ്പോ ക്രോസ് സ്റ്റിച്ചിലും വരും ഇതേപോലെ. ഇതും നമുക്ക് എങ്ങനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. കോട്ടയിലാണ് നമുക്ക് കൂടുതൽ കസ്റ്റമൈസ് ആയിട്ട് ഈ ഒരു വർക്ക് പോകുന്നത്. ഓക്കെ. ആ കോട്ട ചെക്കില്. ഓക്കെ. ഇനി ഞാൻ ചോദിക്കുന്നത് ബണ്ടലായിട്ട് അങ്ങനെ എടുക്കണ്ടല്ലോ. ഒരെണ്ണം ഇവിടുന്ന് ഒരെണ്ണം ഇവിടുന്ന് അങ്ങനെയൊക്കെ എടുക്കാലോ. അത് മിക്സ് ചെയ്തെടുക്കാൻ കടക്കാർക്ക് അങ്ങനെ എടുക്കാലോ. അല്ലാണ്ട് ഫുൾ ഒരു ബൾക്ക് അങ്ങനെ ഇല്ല, മിക്സ് ചെയ്തെടുക്കാം. ഇതും വൈറ്റിൽ വരുന്നത്. പിന്നെ സാരീസ് എന്ന് പറഞ്ഞാൽ അത്രയും ബൾക്കായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 1000 പീസ് വേണമെങ്കിൽ കിട്ടും എന്ന് പറഞ്ഞ സംഭവം. ഇത് ഒരു എക്സാമ്പിൾ ആണ് കാണിക്കുന്നത്. സാമ്പിൾ പീസ് ആണ് നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. ഓർഡറിനനുസരിച്ച് നമ്മൾ എത്തിച്ചു തരിക ചെയ്യുന്നത് നമ്മുടെ പ്രൊഡക്ഷൻ. മുകളിൽ കണ്ടോ, ആ ബ്ലൂല് തന്നെ ഫുൾ ഇത്രയും അധികം സ്റ്റോക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും അധികം കളക്ഷൻസ് ഈ ഒരു പോർഷനിൽ ഇരിക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് ഇനി ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ എന്താ ഐറ്റംസ് വരുന്നത്? ഇത് ക്രേപ്പും അതേപോലെ തന്നെ ഷിഫോണിലും നമുക്കിപ്പോൾ ഈ ഷോപ്പുകൾക്ക് യൂണിഫോം സാരി ആയിട്ട് പോകുന്ന യൂണിഫോം സാരീസിന്റെ കളക്ഷൻ ആണ് വരുന്നത്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫാബ്രിക്കിൽ പെട്ടെന്ന് കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുന്ന വിധത്തിൽ പ്ലീറ്റ്സ് ഒക്കെ വേഗം എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആയ കാരണം നമുക്ക് ഡേ ഫുള്ള് വെയർ ചെയ്ത് നിൽക്കാൻ പറ്റും. അതിലത്തെ കളക്ഷൻസ് ആണ് ഈ മൊത്തം കാണുന്നത് അല്ലേ? ഇതും സാമ്പിൾ പീസസ് ആണ് വരുന്നത്. ഓർഡറിനനുസരിച്ച് നമുക്ക് വരുത്തി തരും. മീൻസ് ഇവിടെ തന്നെ ഇവരുടെ ഗോഡൗൺ അവിടെ നിന്ന് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നു അല്ലേ? അങ്ങനെ. അപ്പൊ ഇതിന്റെ സാരീസിന്റെ തന്നെ വെറൈറ്റീസ്. പിന്നെ നേരത്തെ നമ്മൾ ഇൻഡിഗോന്റെ ഒക്കെ സംഭവം കണ്ടില്ലേ, അതിൻ്റെ താഴത്ത് കുറെ സ്റ്റോക്ക് ഇരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് മൊത്തം. അപ്പൊ സ്റ്റോക്കിനൊന്നും ഒരു കുറവുമില്ല. യൂണിഫോം സാരീസ് എന്ന് പറയുമ്പോൾ എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട്. കേരള സാരീസിന്റെ തന്നെ ഉണ്ട്. പിന്നെ സെറ്റുമുണ്ട് ഫംഗ്ഷൻസിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അങ്ങനെ വെറൈറ്റി എല്ലാം ഉണ്ട്. ഇനിയിപ്പോ ഈ ഒരു സെക്ഷൻ മാത്രം കഴിഞ്ഞിട്ടുള്ളൂ. ഇനി അപ്പുറത്തെ സെക്ഷൻ യൂണിഫോംസിന്റെ തന്നെയാണ്. ഇത് നമുക്ക് ഈ ഡാൻസ് പ്രോഗ്രാമും അങ്ങനെ വെയർ ചെയ്യാൻ പറ്റുന്ന സാരീസ് ഉണ്ട്. ഈ ഒരു കളക്ഷൻസിൽ വരുമ്പോൾ നമുക്ക് ഇതേപോലെ സിൽക്ക് സെറിയോട് കൂടിയിട്ടോ ഇല്ലെങ്കിൽ സെറി കോമ്പിനേഷനിൽ വരുന്ന സാരീസ് ഉണ്ട്. സിൽക്ക് ബേസിൽ വരുന്നതാണ്. ഇതിപ്പോ ചന്തേരി സിൽക്കിലാണ് വരുന്നത്. ഇത് കൂടാതെ സെമി ആ ഒരു സിൽക്കിൽ വരുന്നതുകൊണ്ട് അതിലെ കളേഴ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. പീച്ച് ബ്ലൂ ആ ഒരു കളേഴ്സ് എല്ലാം വരും. കളേഴ്സ് ആണ് അതില്. ബ്ലൂല് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ കസ്റ്റമർ ഇരിക്കുന്നുണ്ട്. നമുക്ക് കസ്റ്റമറിനോട് ഒന്ന് ചോദിക്കാം എങ്ങനെയുണ്ടെന്ന് ഇവിടെ ഡീറ്റെയിൽസ്. അതിന് മുന്നേ ഈ സാരി ഒന്ന് കാണാം. ഇതെന്താ ത്രെഡ് വർക്കിൽ വന്നിട്ടുള്ളതാണ്. ഇതും സോഫ്റ്റ് സിൽക്കിൽ വന്നിട്ടുള്ള സെമി ടസറിന്റെ വന്നിട്ടുള്ളതാണ്. ഡബിൾ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ. ഒരു മിനിറ്റ് തിരിക്കാൻ പറ്റില്ല കേട്ടോ. ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാൻ ഒരു വീഡിയോ എടുക്കണ്ടേ, നിങ്ങൾ എടുത്തോട്ടെ വീഡിയോയില്. ശബ്ദം കിട്ടിയാലും മതി. എടുത്തോ കുഴപ്പമില്ല. ക്യാമറ തിരിച്ചോ. ബാഗൊക്കെ എടുത്തോട്ടെ. പൗഡർ വേണോ? ഞാനൊന്ന് വന്നോട്ടെ. ഉപയോഗിക്കാം. ചേട്ടാ എവിടുന്നാണ്? ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇത് എവിടെ? കോട്ടയം ജില്ലയിൽപ്പെട്ടതാണ് ഈരാറ്റുപേട്ട. അപ്പൊ ഇവിടെ എത്ര നാളായി പർച്ചേസ്? ഇവിടെ പർച്ചേസ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയ കട.
ഫാദറായിട്ട് തുടങ്ങിയ കട ഈരാറ്റുപേട്ട പൊന്തനാൽ എന്ന് പറയും. പൊന്തനാൽ സിൽക്ക് ഹൗസ് എന്ന കടയുടെ പേര്. 1960 തുടങ്ങിയ കടയാ. ഇപ്പോൾ ഫാദർ മക്കൾക്ക് കൈമാറി ഞങ്ങൾ നടത്തുന്നു. ഞാൻ വിചാരിച്ചു തള്ളാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവാന്ന്. അല്ല ഒരിക്കലും തള്ളല്ല, തള്ള ഇത് സത്യമോ പറഞ്ഞത്. ഈരാറ്റുപേട്ട വന്ന് അന്വേഷിച്ചോ, അല്ലെങ്കിൽ ഇവിടത്തെ മുതലാളിയിട്ട് ചോദിച്ചോ. ഇവിടെ ഇരിക്കുന്ന മുതലാളിയുടെ ഫാദറിനോട് ചോദിച്ചോ. ഞാൻ ഇവിടുന്ന് കൂടുതലും സാരിയാ. ഡ്രസ് മെറ്റീരിയലും കുറച്ചെടുക്കും. ഡ്രസ് മെറ്റീരിയലും ഇവിടെ ഫൈബ്രിക്സിന്റെ ഒരുപാട്. എങ്ങനെയുണ്ട് ഈ കടനെ കുറിച്ച് അഭിപ്രായം? റേറ്റിനെ കുറിച്ചിട്ടും അതുപോലെ ക്വാളിറ്റിനെ കുറിച്ചിട്ടും വലിയ കുഴപ്പമില്ല. കുഴപ്പമില്ലാതെ വലിയ കുഴപ്പമില്ല കേട്ടോ. കൊല്ലങ്ങളായിട്ട് ഇവിടെ ഒരു ന്യായമായ സെലക്ഷൻ ഉണ്ട്, അത്യാവശ്യം സാധനമുണ്ട്. റേഞ്ചൊക്കെ ഒരു മീഡിയം റേഞ്ചാണ്. നമ്മളങ്ങനെ പർച്ചേസ് ചെയ്യാറുള്ള കടയാണ്. അപ്പൊ താങ്ക് യു, ഇത്രയും നല്ലൊരു റിവ്യൂ തന്നതിനാണ്. ഞാൻ എന്റെ വ്യൂവേഴ്സിൽ നിന്ന് കാണിച്ചു, എനിക്ക് ആകാംക്ഷ കൂടി, നിങ്ങളെ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെന്ന് തുടങ്ങാം? ആ അറ്റത്തുനിന്ന് പിടിക്കാം. എനിക്ക് കടന്നു പോയാൽ ഇത്തിരി ബുദ്ധിമുട്ടായി, നിങ്ങൾക്ക് പിന്നെ പെട്ടെന്ന് കടന്നോളും ഇങ്ങോട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് നിർത്തിയത്. അപ്പൊ ഈ ഒരു സാരി എന്ന് പറയുമ്പോൾ ത്രെഡില് ത്രെഡ് വർക്ക് വരും, സീക്വൻസിന്റെ അതുണ്ട്. എല്ലാം വിത്ത് ബ്ലൗസ് ആണ് നമുക്ക് വരുന്നത്, എല്ലാ യൂണിഫോം സാരീസും. അതില് സാരീസിന്റെ വെച്ചാൽ നിങ്ങൾ വന്ന് നോക്കാനേ വേണം, കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് സാരീസിൽ തന്നെ അല്ലേ. ഇത് പിന്നെ ഇങ്ങനത്തെ സിൽക്ക് ബേസിൽ വന്നിട്ടുള്ളതുണ്ട്. ഇത് സിൽക്കില്, സെമി സിൽക്കില് ഈ ഒരു കളക്ഷൻസ് ഒക്കെ വരുന്നതാണ്. സാരീസിൽ കളേഴ്സും ഉണ്ട്, ഡിസൈൻസും വെറൈറ്റീസും ഉണ്ട്. കളക്ഷൻസ് ഇഷ്ടം പോലെ. ഇത് സിൽവറിൽ വരുന്ന കോമ്പിനേഷൻ ആണ്. ഇതൊക്കെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ എന്ത് മെറ്റീരിയൽ? സെമി സിൽക്കിലാണ് വരുന്നത്. ഇതൊക്കെ ആവുമ്പോൾ സോഫ്റ്റ് ചന്തേരി ആ ഒരു ഇതിൽ വരും. ഈ ഒരു ത്രെഡ് വർക്ക് ആണ് വരുന്നത്. ഇതൊക്കെ ബൾക്ക് വേണമെന്നില്ല കേട്ടോ, നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്ന രീതിയിലാണ്. പിന്നെ ഈ എഴുതിയിരിക്കുന്നതൊക്കെ നിങ്ങളുടെ കോഡാണോ? ഈ സംഭവം നമ്മൾ സാരീസിന്റെ പേരാണ്, കോഡ്, നിങ്ങളുടെ കോഡ്. അല്ലെങ്കിൽ അത് കണ്ടിട്ട് ആൾക്കാർ അത് കോഡാണ്. കോഡാണ് വരുന്നത്. ഇത് ലൈറ്റ് ഷെയ്ഡിൽ എന്ന് വെച്ചാൽ ജെറിയിൽ അധികം തിളക്കില്ലാത്ത വിധത്തിലുള്ള. ഇതാവുമ്പോൾ നമുക്ക് കല്യാണം പോലത്തെ ഒക്കേഷൻസിന് പറ്റുന്ന ആ ഒരു കളക്ഷൻസിൽ വരുന്നതാണ്. പിന്നെ കളറും നന്നായിട്ടുണ്ട്, അതിന്റെ ത്രെഡ് വർക്കും നന്നായിട്ടുണ്ട്, ഒരു പാർട്ടി വെയർ തന്നെ. ഇതും ആ ഒരു കളക്ഷൻസിൽ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നത് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന കളക്ഷൻസ്. ഇപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ കളക്ഷൻസ് വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതേപോലെ പള്ളിയത്തെ ആവശ്യത്തിനൊക്കെ പറ്റുന്ന പോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്സ് ഉണ്ട്. ആ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരും. ഇങ്ങനെ ഇതില് ലൈറ്റ് ഷെയ്ഡിൽ തന്നെ പിങ്ക് ഉണ്ട്, ഈ കളർ നന്നായി ബ്രൗൺ കളർ ഉണ്ട്. അത് കളർ മാറുമ്പോ അതിനനുസരിച്ചിട്ട് ഡിസൈൻസും മാറും, റിപ്പീറ്റ് ആവില്ല ഡിസൈൻസ് ഒന്നും. പിന്നെ എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇൻസ്റ്റാഗ്രാം മാത്രമല്ലല്ലോ, യൂട്യൂബിലല്ല? യൂട്യൂബ് ഉണ്ട്. ഞാൻ പോവാന്ന് ഞാൻ യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റ ഉണ്ട്. യൂട്യൂബ് ചാനൽ എന്താ പേര്? സെയിം ഹോണർ ഏജൻസി. അതെ, അപ്പൊ അതും കൂടി ഒന്ന് ഫോളോ ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ. അതിൽ പുതിയ പുതിയ ഈ കടയിലത്തെ മാത്രം വെറൈറ്റീസ് കാണാം. ഇനി പല പല കടയിൽ കാണണമെങ്കിൽ എന്റെ ചാനലിലേക്ക് വന്നോ കേട്ടോ. അപ്പൊ ഇതല്ല നമ്മളിപ്പോ കണ്ടതിന്റെ തന്നെ ഡബിൾ ഷെയ്ഡ് ഒക്കെ വരുന്നത് പോലെ ഇതിലാകുമ്പോ ഡബിൾ ഷെയ്ഡ് വരും. ഇത് എവിടെയാണോ ഓപ്പൺ? പിങ്ക് സെറിയിലല്ലേ? പിങ്ക് സെറി നമുക്കിപ്പോ സോഫ്റ്റ് സിൽക്ക്, സെമി സോഫ്റ്റില്. അതെ, ഇതിന്റെ കളേഴ്സ് വേറെ ഉണ്ടാവില്ല. ഇത് ഡബിൾ ടോണിൽ വരുന്ന ഷെയ്ഡാണ്. ഇതിന്റെ ഇത്രയും ഇപ്പൊ കളക്ഷൻസ് സ്റ്റോക്ക് ഇരിക്കുന്നതാണ്. ഇത് കൂടാണ്ട് ഇതിപ്പോ നമ്മളെ സാമ്പിൾ പീസ് മാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഓർഡറിനനുസരിച്ച് നമ്മൾ ബൾക്കായിട്ട് എടുത്തു കൊടുക്കും. ഇത് കണ്ടോ, നല്ല ഭംഗിയിട്ടില്ല കാണാൻ. ഒരേ പോലത്തെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ നല്ല രസമല്ലേ കാണാൻ. അത് ഗ്രീനും ബ്ലൂവും കോമ്പിനേഷൻ അല്ല, ഗ്രീനും ബ്ലൂവും ഇവിടെ ഓപ്പൺ ചെയ്തൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണുള്ളത്, ഗ്രീനും ബ്ലൂ. ഒരവസരത്തിൽ ഇതൊരു കളർ ട്രെൻഡായിരുന്നു. ഒരു എൻ്റെ പൊന്നെ, അപ്പം ആർക്കതാവത് തടി കുറഞ്ഞ ആൾക്കാണ് ആവത് കൂടിയത് കേട്ടോ. ഇങ്ങനെ മതി ഓപ്പൺ ചെയ്യണ്ട. ഇത് ജസ്റ്റ് കളർ ഒന്ന് കാണിക്കാനായിരുന്നു. ഇതിൽ വിത്ത് ബോർഡർ എടുക്കാണ് കേട്ടോ വരുന്നത്. ഇത് ചന്തേരിയിൽ ഇതിൽ പല വെറൈറ്റീസ് ഉണ്ട്, കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ബൂട്ട വർക്ക് അതിനനുസരിച്ചിട്ട് മാറി മാറി ഇങ്ങനെ നിൽക്കൂട്ടോ. അപ്പൊ ഇതിന്റെ സ്റ്റോക്കാണ് ഈ കാണുന്നത്. അതുപോലെ സിൽവറിൽ വേണമെന്ന് വെച്ചാൽ സിൽവറിന്റെ സ്റ്റോക്കാണ് ഈ കാണുന്നത്. നമ്മൾ കയ്യിൽ കിട്ടുന്ന വെറൈറ്റീസ് എടുക്കണമെന്ന് മാത്രം. ഹെവി ആയിട്ട് ചൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി കോപ്പർ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. ബോർഡർ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അല്ലേ. ഫുൾ ആ ഒരു ടെമ്പിളിൽ വരും. ടെമ്പിൾ അത് ബോർഡർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് അല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ട്.
പിന്നെ ഇത് കോൺട്രാസ്റ്റിൽ വരുന്ന കോൺട്രാസ്റ്റിൽ ഒരു സെമി സിൽക്ക് തന്നെ ബേസിൽ വന്നിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ ലോ റേഞ്ച് തൊട്ട് നിങ്ങൾക്ക് എന്താ പറയാ ഒരു ബുട്ടിക് കളക്ഷൻസ് അല്ലെങ്കിൽ കല്യാണ ആവശ്യത്തിന് എല്ലാത്തിനും പറ്റിയിട്ടുള്ള സാരീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് പിന്നെ നമ്മുടെ ആ ഒരു പട്ടിൻ്റെ തന്നെ ചന്തേരി സോഫ്റ്റ് ചന്തേരിയിൽ വന്നിട്ട് ഇതാകുമ്പോൾ ഡബിൾ ഷെയ്ഡ് വരും. സിൽവർ ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വൈസ് ജസ്റ്റ് സൂപ്പർ. ഇതിലും കളേഴ്സ് ഉണ്ടാവുമല്ലോ അല്ലേ? ഇതിലും കളേഴ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു ടൈപ്പിൽ നമുക്ക് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഇതിപ്പോ ജസ്റ്റ് ഒരു സാമ്പിൾ വീണ്ടും കളേഴ്സ് ഇങ്ങനെ രണ്ടു ഭാഗങ്ങളും മാറി കോൺട്രാസ്റ്റ് വരുന്നത് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇത് ഭയങ്കര എളുപ്പമാണ് വരാനും, ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഈ സാരി കണ്ടോ നല്ല രസമായിട്ടുണ്ട്. ഇതില് മുന്താണി വരുമ്പോ ജസ്റ്റ് ഒരു ലൈൻ പോലെ ഈ ഒരു ഇത് കോൺട്രാസ്റ്റിൽ വന്നിട്ട് ലൈൻ പോലെയാ വരുന്നത്. ഇനി ഇത് വരാനായിട്ട് മേടിക്കാനായിട്ട് എങ്ങടാ വരണ്ടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങടാ വരണ്ടേ? ബ്രോഡ്വേയിലാണ്. അതെവിടെയാ? KPK ടവർ, നമ്മുടെ പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ്. അതെവിടെയാ? എറണാകുളത്ത്. എറണാകുളം എവിടെയാ? കേരളത്തില്. അത് പറയണ്ടേ, ഞാനീ പല സ്റ്റേറ്റിൽ പോണ കാരണം എറണാകുളം എവിടെയാന്ന് ചോദിച്ചിട്ട് കുറെ ഒരു കമന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ കേരളത്തില് എറണാകുളത്തില് KPK ടവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബിൽഡിംഗ് ഉണ്ട്. ബാങ്ക് ഓഫ് ബറോഡയുടെ അടുത്തായിട്ട് വരും. പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ്. നമുക്ക് എറണാകുളത്തെ പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡ് എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പത്തിൽ ആക്സസ് ചെയ്യാനായിട്ടുള്ള എളുപ്പം ആണ്. പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ 3 ഫ്ലോർ മൊത്തം ഇവരുടെ തന്നെയാണ്, ഹോണർ ഏജൻസിയുടെ തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇനി ഇവിടുത്തെ കളക്ഷൻസ് നോക്കിയാലോ? ഈ ഒരു സെറ്റ് ഇപ്പൊ കാണിച്ചിട്ടുള്ള പോലെ കുറച്ച് ഹെവി ആയിട്ട് വരുന്ന അതിന്റെ കളർ ചേഞ്ച് ഉണ്ട്. ഇത് വേറൊരു പാറ്റേണിൽ വരും. ത്രെഡ് സീക്വൻസിൽ വന്നിട്ടുള്ളതാണ്. ഇത് വെറൈറ്റി ഉണ്ട് കേട്ടോ, നന്നായിട്ടുണ്ട്. അതുപോലെ വെറൈറ്റികൾ വേണമെന്ന് വെച്ചാൽ ഇവിടെ വരേണ്ടത് ഹോണർ ഏജൻസി. ഇത് ലിനനിൽ വന്നിട്ടുള്ളതാണ്. ലിനനിൽ അല്ലേ? ഫുൾ ഇത് കാണുന്നത് മൊത്തം പ്രിന്റ് ആണ് കേട്ടോ. ത്രെഡ് ആണോ? ത്രെഡ് വർക്ക് ആണ്. വാവ്, കണ്ടാ എനിക്ക് പോലും പിടിക്കാൻ പറ്റിയില്ല, അത്രയും പെർഫെക്റ്റ് കാണുമ്പോൾ എനിക്ക് പ്രിന്റ് ആയിട്ടാ തോന്നിയത് കേട്ടോ. പക്ഷെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് അത്രയും വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ ലിനനിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അല്ലേ? വിത്ത് ബ്ലൗസ് നല്ല ഹെവി ആയിരിക്കും. ഇതും വീവിങ് തന്നെയാണ്. ഇത് കാണുമ്പോൾ അറിയാം വീവിങ് ആണ്. ലിനനില് ഇനിയും ഇതിന്റെ വെറൈറ്റീസ് ഉണ്ട്. ഇതിന്റെ കളേഴ്സിൽ ഇത് ഡിസൈൻസ് വേറെ വരും. ഇതെല്ലാം അതിൽ വന്നിട്ടില്ല, ഒരു ലൈൻ പാറ്റേൺ വരുന്നുണ്ട്. ഇതൊക്കെ ലിനനിൽ വരുന്ന ഈ ബേസും ഈ കളർ മാത്രമായിരിക്കും, അല്ലെങ്കിൽ കളേഴ്സ് മാറും? ബേസ് ഈ കളറിലാണ് വരുന്നത്, ഡിസൈൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പൊ ഇത് ഫുൾ വീവിങ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ യൂണിഫോം സാരീസിന്റെ, ഞാൻ പറഞ്ഞത് വെറുതെ അല്ലാന്നുള്ളത് സാമ്പിൾ ആണ് ഈ കാണുന്നത്. 1000 വേണോ 2000 വേണോ എത്ര വേണമെങ്കിലും ഉണ്ടെന്ന്, അത്രയും അധികം കളക്ഷൻസ് ഉണ്ടെന്ന്. ഇത് വിചിത്ര സിൽക്കിൽ വന്നിട്ടുള്ള സാരീസ്, ഇതിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. നമുക്ക് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പൊ സാരിയിൽ നല്ല നല്ല ഹെവി വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ആഡ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷൻ ചെയ്യാം. ഇനി ഇത് വേണ്ട ചുടിദാർ ആയിട്ട് അടിക്കണമെങ്കിൽ അത് ചെയ്യാം. ചുടിദാർ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ മെറ്റീരിയൽ ഉണ്ടോ? നമുക്ക് അങ്ങനെയില്ല, എൻക്വയറിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന യൂണിഫോം ആയിട്ട്. അപ്പൊ വിചിത്ര സിൽക്കിന്റെ സാരീസിന്റെ കളേഴ്സ് ആണ് ഈ കാണുന്നത്. വൈൻ ഉണ്ട്, മറൂൺ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, പർപ്പിൾ ഉണ്ട്, അങ്ങനെ കളേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. രാമ ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്. അങ്ങനെ ഏത് കളർ വേണമെന്ന് വെച്ചാൽ എല്ലാതും ഇവിടെ അവൈലബിൾ ആണ്. ഇനി വരുന്നത് എന്ന് പറയുന്നത് ഇതൊക്കെ ബൾക്കായിട്ടാണ് കേട്ടോ. ഡയറക്റ്റ് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്തൊക്കെയാ കളക്ഷൻസ് ഇവിടെ ഉള്ളത് എന്നുള്ളത്. എനിക്ക് എന്തായാലും കോഡ് ഇഷ്ടപ്പെട്ടു. കാശല്ല കേട്ടോ, കോഡാണ് അത് കാണുന്നത്. ഇതാണ് സൺ സിൽക്ക് എന്ന് പറയുന്നത്. നമ്മളെ സാരിയുടെ പേരാണ്, ഓരോ സാരിക്കും ഓരോ പേര്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഓൺലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പിക്ചേഴ്സ് സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ വീഡിയോ കോൾ തന്നെ ചെയ്യണം? എങ്ങനെയാ? പിക്ചേഴ്സ് സെൻഡ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം, വീഡിയോ കോൾ ത്രൂ എടുക്കാം. ചിലവർക്ക് നേരിട്ട് കണ്ടാലേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വരും. പിക്ചർ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ചെറിയ ലൈറ്റിങ്ങും കാര്യങ്ങളും ഡിഫറൻസ് വരും. അപ്പൊ എന്താ ചെയ്യണം? അപ്പൊ നേരിട്ട് വന്നാൽ മതി. നേരിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല നല്ല വെറൈറ്റി കളക്ഷൻസ് കാണാൻ പറ്റും. ഇനി ഇപ്പോഴത്തെ എന്താ ബില്ലിംഗ് സെക്ഷൻ ആണോ? ഇല്ല, നമ്മുടെ ജസ്റ്റ് കൗണ്ടർ ആണ് എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോർട്ട് ചെയ്യുന്നതും ബില്ലിങ്ങും അല്ല, അങ്ങനെ കുറെ കൗണ്ടേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോ അടുത്തൊരു സെക്ഷൻ ഓടി നടക്കാൻ കുറെ സ്ഥലമുണ്ട്. കളക്ഷൻസ് അത്ര അധികം കാണാനും ഉണ്ട് കേട്ടോ, വെറൈറ്റികൾ. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല സെറ്റ് മുണ്ടിന്റെ കളക്ഷൻസ് ആണ്. സെറ്റ് മുണ്ടും സാരീസും നമുക്ക് അവൈലബിൾ ഉണ്ട്. ജസ്റ്റ് ഉള്ളിലാണ് നമുക്ക് ആ ഒരു കളക്ഷൻസ് വരുന്നത്. കേരള ട്രഡീഷണൽ വെയറിന്റെ സാരിയുടെ കൗണ്ടറിലേക്കാണ് ഇപ്പൊ നമ്മൾ പോണത്. അതുപോലെ തന്നെ ഫാൻസി കൗണ്ടർ ഉണ്ട്. ഫാൻസി ഇപ്പൊ കണ്ടതൊന്നും ഒന്നല്ല, ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എല്ലാം ഫാൻസി സാരീസ് ആണ്. നമുക്ക് കണ്ടിട്ടുള്ള കട്ട് വർക്കിന്റെ സാരീസ് ഉണ്ട്. ഈ കട്ട് വർക്കിന്റെ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടോ, ത്രെഡ് വർക്ക്, നല്ല ഭംഗിയുള്ള വർക്ക്. ഇതുപോലെ നല്ല നല്ല കളക്ഷൻസിന്റെ കളർ ചേഞ്ചസും ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഇതിന്റെ കളർ ചേഞ്ച് ഒരെണ്ണം കയ്യിൽ കിട്ടിയത് എടുത്ത് കാണിച്ചു എന്ന് മാത്രം. ഒക്കെ ലൈറ്റ് ഷെയ്ഡ്, പേസ്റ്റൽ ഷെയ്ഡിൽ ഷെയ്ഡ്സ് ഉണ്ട്. ഇതിപ്പോ നമുക്ക് കട്ട് വർക്കും ഇതേപോലെ പേസ്റ്റൽ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്.
ഇത് തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് വരും. കട്ട് വർക്ക് കൂടാതെ ഇതേപോലെ ക്രോസ് സ്റ്റിച്ചും അവൈലബിൾ ആണ്. സെമി ടസർ സിൽക്ക് ബേസിലാണ് കൂടുതൽ വന്നിട്ടുള്ളത്. രണ്ടും ഡിഫറെന്റ് വർക്കാണ്. ബേസ് എല്ലാം ഒന്നാണ്. ഇപ്പൊ ആ രണ്ട് ഡിസൈനും ഡിഫറെന്റ് ആയിട്ട് ഈ ഒരു പാറ്റേണും കൂടെ വരും. ഈ വർക്കും കുറച്ച് ഡിഫറെന്റ് ആണ് അല്ലേ? ബേസ് സെയിം ആയിരിക്കും എല്ലാത്തിന്റെയും. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന കൗണ്ടർ എന്ന് പറയുമ്പോൾ ഫുൾ ഫാൻസി സാരീസിന്റെ കൗണ്ടർ ആണ് വരുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബൾക്ക് ഇതൊന്ന് കാണിച്ചോ, ഇങ്ങനെ നിൽക്കുന്നത് ഓരോ ഒറ്റ കളറിൽ തന്നെ ഇത്ര അധികം കളക്ഷൻസ് ഉണ്ട്. ഇപ്പുറത്തേക്ക് തിരിയാണെങ്കിലും ഇതിൽ തന്നെ ഇതൊക്കെ കോട്ട ചെക്കിൽ വരുന്നത് അല്ലേ? കോട്ട ചെക്കിൽ ത്രെഡിൽ വരുന്ന കളക്ഷൻസ് ആണ്. പിന്നെന്താ പറയാ, കോട്ട ചെക്കിൽ തന്നെ ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസ് വരും. ഇതൊക്കെ കോട്ട ചെക്കിന്റെ ആണ്. ഇത് കട്ട് വർക്ക് പോലെ കോട്ട ചെക്കിൽ വരുന്നതുണ്ട്. ഒക്കെ ലൈറ്റ് ഷീറ്റ് ആട്ടോ. പിന്നെ വിത്ത് ബ്ലൗസ് അല്ലേ ഇതല്ലാതെ വരുന്നത്? ബ്ലൗസ് ആണ് വരുന്നത്. ഇതും കോട്ട ചെക്ക് സിൽക്കി കോട്ടയിൽ വരുന്നത് പോലെ ഉണ്ട്. പ്രിന്റ് ആണ് ഇത് വരുന്നത് അല്ലേ? പിന്നെ ഇത് പ്രിന്റ് ആണ് വരുന്നത്. അതുപോലെ ഇത് ത്രെഡ് വർക്ക് ആണ് ഈ കാണുന്നത് കേട്ടോ. അതിന്റെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എപ്പോഴും ഇപ്പൊ ഇന്ന് കണ്ടതാവില്ല, ചിലപ്പോൾ നാളെ കാണാം അല്ലെ? പ്രൈസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ ക്വാളിറ്റിയുടെ കാര്യത്തിന് നമുക്ക് ഗ്യാരണ്ടി പറയാം അല്ലെ? നല്ല ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്സ് ആണ് നമുക്ക് എല്ലാം വന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ ബൾക്കില് ഇങ്ങനെ ഇത്ര അധികം എന്ന് പറയുന്നത് ഇത് ഹോൾസെയിൽ ആണ്. ബൾക്കായിട്ട് എത്ര വേണമെങ്കിലും എടുത്ത് കൊണ്ട് പൊക്ക മക്കളെ ഇത്ര അധികം കളക്ഷൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ട് ഇത് പ്ലെയിനിലാണ് വരുന്നത് അല്ലേ? വിചിത്രയിൽ നമ്മളിപ്പോ കണ്ടിട്ടുള്ളതിന്റെ ആ ഒരു സ്റ്റോക്ക് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളവിടെ കളേഴ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അതിന്റെ സ്റ്റോക്ക് ഇരിക്കുന്ന സ്ഥലം അല്ലേ? ഓക്കെ. ഇത് മൊത്തം സ്റ്റോക്ക് ഇരിക്കുന്ന ഇതെല്ലാം സ്റ്റോക്ക് നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് സീസണിന് വേണ്ടിയിട്ട് റെഡിയാക്കി. ഇനി വരാൻ പോണത് വിഷു. അതെ, അതിന് വേണ്ടി വിഷു ഈസ്റ്ററിന്റെ കളക്ഷൻസ് ആണ് നമുക്ക് നെക്സ്റ്റ് ഈ കാണുന്നത് മൊത്തം എന്ന് പറയുന്നത് മൊത്തം കേരള ട്രഡീഷണൽ സാരീസിന്റെ. അതുപോലെ അതില് സെറ്റ് മുണ്ടും സെറ്റ് സാരീസും. ഓക്കെ. സെറ്റ് മുണ്ട് വന്നിട്ടുള്ള സെറ്റ് മുണ്ടില് അല്ലേ? അല്ല, ഇത് സെറ്റ് സാരി കേട്ടോ. സെറ്റ് മുണ്ട് വരുന്നതാണ്. ഇത് സെറ്റ് മുണ്ടില് അല്ലേ? പ്രിന്റഡ് ആയിട്ട് വരുന്നതുണ്ട്. ഇതേപോലെ വീവിംഗിൽ വരുന്നതുണ്ട്. അതും ഹോൾസെയിൽ റേറ്റിലാണ് കേട്ടോ ഇത് മൊത്തം കിട്ടുന്നത്. ഒക്കെ ഹോൾസെയിൽ റേറ്റിന്. കാരണം കടക്കാർക്ക് മാത്രമാണ് കൊടുക്കുന്നത്. ആ ചേട്ടൻ എടുക്കുന്നത് മൊത്തം ഞാൻ എടുത്തുകൊണ്ട് പോകാം. ഗ്രീൻ വേണോ, പിങ്ക് വേണോ, ഇനി പ്രിന്റഡിൽ വേണോ, അതിൽ കസുവായിട്ടുള്ളത് വേണോ, ഇതൊക്കെ അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള കളക്ഷൻസ്. ഈസ്റ്ററും വിഷു ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് തകർക്കാല്ലേ? അതിന് ആഘോഷത്തിന് ഒരു കുറവ് വേണ്ട. കളക്ഷൻ ഉണ്ട്. ഏതിലാ 3 കോമ്പിനേഷൻ ഉള്ളത് ഒന്ന് കാണിച്ചേ. എന്തായാലും ആ ചേട്ടന് വേണ്ടിട്ട് കാണിക്കുന്നേക്കാളും മുന്നേ എന്നെ കാണിച്ചിട്ട് അങ്ങോട്ട് കാണിച്ചാൽ മതി. അത് മതി. ചേച്ചി ഒന്ന് കാണിച്ചു കൊടുത്തേ നമ്മുടെ വ്യൂവേഴ്സിന് ആദ്യം. ചേട്ടൻ ഒരു 2 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യും. കാണിച്ചു കൊടുക്ക്. വേറെ എടുക്ക് വേഗം. സ്റ്റൂള് കേറാക്കിട്ടെ മോശട്ടാ. ആ ചേട്ടനെ കൊണ്ട് കഴിച്ച ഏതാ? ഇതാ ഇത്രയും ബൾക്ക് ഇരിക്കുന്നുണ്ട്. നേരത്തെ കണ്ട പ്രിന്റിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ എടുക്കണത്. കളേഴ്സ് നന്നായിട്ടുണ്ട് അല്ലേ? ഇത് വേറൊരു കളറ്, ഗ്രേയില് വരുന്ന കളറ്. പിന്നെ വരുന്നത് ഇത് മസ്റ്റേർഡ്. എടുക്കണ്ട, ഞങ്ങൾ ക്യാമറ അങ്ങോട്ട് മുകളിലേക്ക് ആക്കി. ഇത് മസ്റ്റേർഡിലും കളേഴ്സ് വരുന്നുണ്ട്. അപ്പൊ ബൾക്കായിട്ട് ഏത് കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടെന്നല്ലേ? പിന്നെ ഇപ്പോൾ എന്താ ട്രെൻഡ്? ട്രഡീഷണൽ ആയിട്ടൊരു കഥകളിയുടെ ഒരു ഫേസ് വരുന്നത്. സെറ്റ് സാരിയിലാണ് വന്നേക്കുന്നത്. സെറ്റ് സാരിയില് ഇങ്ങനെ കേട്ടോ. അത് ത്രെഡിലാണ് വരുന്നത്. മുന്താണിയിലും അതുപോലെ തന്നെ ചെസ്റ്റ്. ഇതിങ്ങനെ ഇതിങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. ആ ഒരു പോർഷനിലാണ് വരുന്നത്. അതുപോലെ തന്നെ മുന്താണിയിലും വരുന്നുണ്ട് കേട്ടോ. ഫുൾ ത്രെഡിന്റെ വർക്കാണ് വന്നിരിക്കുന്നത്. ബൾക്കിൽ ഇതാ ഇത്ര പീസ് മൊത്തം എത്ര വേണമെങ്കിലും എടുക്കാം. അത് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇല്ലെങ്കിൽ യൂണിഫോം ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. കളർഫുൾ കോപ്പറിൽ വേണമെങ്കിൽ കോപ്പറിൽ ഇത് കോപ്പറിൽ ലൈൻ ആയിട്ട് വരണോ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ടിഷ്യൂല് വേണമെങ്കിൽ ടിഷ്യൂല്. അത് കാണുന്നത് ഫുൾ വീവിംഗ് ആണ് കേട്ടോ. ചെറിയ ഇങ്ങനെ വർക്ക് ത്രെഡ് വർക്ക് ആണ് വരുന്നത്. എന്താ ഭംഗിയിലാ കാണാനായിട്ട്. പിന്നെ ഒക്കെ ഹോൾസെയിൽ റേറ്റ് ആണ്. ഒക്കെ ഹോൾസെയിൽ റേറ്റിലാണ് വരുന്നത്. നമുക്ക് കോട്ടണിലും ടിഷ്യൂലും കൂടുതൽ കളക്ഷൻസിൽ വരും. ഇതൊക്കെ പുതിയ കളക്ഷൻസിൽ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. മൾട്ടി കളറിന്റെ ആ ഒരു ത്രെഡാണ് വന്നിട്ടുള്ളത്. പ്രിന്റിൽ വരും. പിന്നെ ഗോൾഡൻ സെറി കളർഫുൾ ആണ്. ബോർഡർ ഫിനിഷിംഗ് അങ്ങനെ. പിന്നെ ഇത് വരുമ്പോൾ നമുക്ക് നേരത്തെ കണ്ടത് കളർ ആയിട്ടുള്ളതായിരുന്നു. ഇത് വന്നപ്പോ നമുക്ക് ജസ്റ്റ് ഗോൾഡില് വരുന്നത്. അപ്പൊ അതിന്റെ ഒരുപാട് ഇനി പ്ലെയിൻ വേണമെങ്കിൽ പ്ലെയിനും ഉണ്ടെന്നല്ലേ? ഇവിടെ നോർമൽ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു പ്ലെയിൻ സാധാരണ ട്രഡീഷണൽ ആയിട്ടുള്ളത് കോപ്പറിൽ വരുന്നതുണ്ട്. ഇതേപോലെ പ്രിന്റിൽ വരുന്ന കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ ത്രെഡ് വർക്ക് അല്ലാത്തവർക്ക് ഇങ്ങനെ പ്രിന്റ് ഉള്ളത്. നേരത്തെ നമ്മൾ കണ്ടത് ഇത് ത്രെഡ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ കാണുന്നത് ഇത് പ്രിന്റ് ആണ്. വലിയ ചെക്ക് ഉണ്ട്. ലൈൻ ആയിട്ടുള്ളത് വരുന്നുണ്ട്. ഇപ്പൊ ഇനി വിഷുവിന് വരുന്നതിന്റെ കളക്ഷന്റെ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടക്കം കുറിച്ചു. അതെ,
ഇതിൽ വിഷുവിൻ്റെ അത് എങ്ങനെ വേണമെങ്കിലും കിട്ടും കേട്ടോ നമുക്ക്. ബൾക്കായിട്ട് ബൾക്ക് എന്ന് പറയുമ്പോൾ അത്ര അധികം ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കാണുന്നത് മൊത്തം ഈ ഒരു കൗണ്ടർ തന്നെയാണ് വരുന്നത്. കണ്ട ആവശ്യം കണ്ടവരൊന്നും എടുത്തു തരാനുള്ളത്. ഇത് പിങ്ക് സെറിയില്ല കേട്ടോ, ടിഷ്യൂല് വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ പറയുന്നത് ട്രഡീഷണൽ വെയറിൻ്റെ സെക്ഷനാണ് ഇരിക്കുന്നത്. പിന്നെന്താ വെറൈറ്റി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. കാണുമ്പോൾ എല്ലാതും എടുക്കാൻ തോന്നും, പക്ഷെ എല്ലാവരും കോട്ടാച്ചേക്കിന്റെ ഒക്കെ പ്ലെയിൻ സാരീസ് നമുക്കുണ്ട്. ഇത് നമ്മൾ നേരത്തെ കണ്ടതിന്റെ കളർ ചേഞ്ച്, അത് മെറൂണിൽ വരും, ഇതൊരു ബ്ലൂ കോമ്പിനേഷനിൽ വരും. ഓക്കെ, അപ്പൊ ഈ ഒരു കൗണ്ടറിൽ കഴിഞ്ഞിട്ടില്ല, നമ്മൾ കുറച്ച് കാണിച്ചു നിർത്തിയിട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഇപ്പുറത്തെ സൈഡും കൂടി കവർ ചെയ്യാനുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ എന്താ? ഇത് നമുക്ക് കോട്ടൺ സാരീസ് വന്നിട്ടുള്ളതാണ്. നമ്മുടെ ആ ഒരു പഴയ കളക്ഷനിൽ വന്നിട്ടുള്ള നമ്മള് പണ്ട് അമ്മമാര് ഓയിൽ സാരി എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കളക്ഷൻ. അപ്പൊ അതിന്റെ കളക്ഷൻസ് പ്രിന്റ്സ് ഇഷ്ടംപോലെ പ്രിന്റ് ഒരുപാടുണ്ട്. ഇത് നന്നായിട്ടുണ്ട്, കുറച്ച് ഡിഫറെന്റ് ആണല്ലോ പ്രിന്റ് വരുന്നത്. അതില് കളർ ചേഞ്ചസ് ഉണ്ടെന്നല്ലേ? ഒരുപാട് കളേഴ്സ്, നമുക്ക് ഒരു 5 കളേഴ്സ്. ഈ 5 കളർ എടുക്കണ്ടല്ലോ അങ്ങനെ മൊത്തം? ഇല്ല, ഓരോ പീസ് ആയിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാന്നല്ലേ, അങ്ങനെ ഒരു ഓപ്ഷൻ. ഇത് ഫുൾ ഓയിൽ സാരീസിന്റെ തന്നെ ഇത്രയും ബൾക്ക് ഇരിക്കുന്നുണ്ട് ഈ ഒരു സെക്ഷനിലും വരും. ഇത് നമുക്കിപ്പോ വന്നിട്ടുള്ള ആ ബാന്തിനിയുടെ ആ ഒരു കളക്ഷൻ ആണ്. കളേഴ്സ് ഉണ്ട്, റെഡ്, ബ്ലാക്ക്, പിങ്ക്, ഗ്രീൻ, യെല്ലോ. നമ്മുടെ ആ ഒരു പഴയ ട്രഡീഷണൽ കളേഴ്സ് തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ ഒരു ഫിനിഷിംഗിൽ വരും. ഫിനിഷിംഗ് കോട്ടണിൽ. പിന്നെ വന്നിട്ടുള്ളത് ഇതേപോലെ മൊഡാൾ സാരീസ് ഉണ്ട്. ഈ ഷിഫോണിനും കൂടി ഉണ്ട്, അത് പറഞ്ഞു എന്നിട്ട് അങ്ങ് പോവാം. ഇതിങ്ങനെയാണ് വരുന്നത്. നമ്മുടെ പഴയ ഒരു ചോക്ലേറ്റ് സാരി എന്നൊക്കെ പറയുന്നതാണ്. ഇതിന്റെ തന്നെ ഒരുപാട് കളേഴ്സും ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺസും ഉണ്ട്. ആ ഒരു കളക്ഷൻ ആണ് വരുന്നത്. ഇത് ഈ സൈഡിൽ കേട്ടോ, ഈ മുകളിൽ കാണുന്നത് അതിന്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ്, പാറ്റേൺ സെയിം മൾട്ടി ആയിട്ടുള്ള കളേഴ്സ് വരും. ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ്, റെഡ് ആൻഡ് ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷൻ ഉണ്ട്. അല്ലാതെ ഒരു 4 കളേഴ്സിന്റെ കോമ്പിനേഷൻ വരും. ഇത് പിന്നെ കോട്ടണിൽ നമ്മൾ നേരത്തെ കണ്ടത് പ്രിന്റിലായിരുന്നു, അതുപോലെ ഇത് കോട്ടണിൽ ത്രെഡിൽ വരും. ഓർഗൻഡി സാരിയുടെയും കളക്ഷൻസ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. ഇത് ത്രെഡിലാണ് കേട്ടോ. ഇതാ വെറൈറ്റികള്, കളേഴ്സും നന്നായിട്ടുണ്ട് കേട്ടോ. ഒക്കെ ഇങ്ങനെ ചിക്കു കളറിൽ, അതില് ത്രെഡില്, പ്രിന്റില്, അങ്ങനെ വെറൈറ്റികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം ആ ഒരു ഇതിലാണ്. പേസ്റ്റലും ഉണ്ട്, അതേപോലെ ഡാർക്ക് ആയിട്ടുള്ള വരുന്നതുണ്ട്, നല്ല തിക്കായിട്ടുള്ള വർക്ക് ഉണ്ട്, സിമ്പിൾ ആയിട്ടുള്ള വർക്കുണ്ട്. റേറ്റ് അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ വാട്സപ്പ് വീഡിയോ കോൾ ചെയ്യുക, അല്ലെങ്കിൽ നേരിട്ട് വരാം. ഓഫ്ലൈനുണ്ട്. ഇനി മോഡാളിന്റെ സാരീസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതെല്ലാം പ്യുവർ അജ്രക്കിലാണ് വരിക, പ്യുവർ മൊഡാള് വരും. സാരീസിൽ മോഡലിൽ വരുന്ന വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ഈ കാണുന്നത് ആവില്ല കേട്ടോ, നമ്മൾ നാളെ കാണുമ്പോൾ മോഡാള് നല്ല മൂവിങ് ഉള്ള ഐറ്റാണ്. സോ പോസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഡിസൈൻ ചിലപ്പോൾ മാറാൻ ചാൻസസ് ഉണ്ട്. അത് എപ്പോഴും റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുക, മൂവിങ് ഉള്ള നല്ലൊരു ഐറ്റം ഇത്. ഇതിപ്പോ നമുക്ക് അടുത്ത് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ്. മോഡലില് ഓക്കെ. ഇത് വേറെ മെറ്റീരിയൽ ആണല്ലോ? ഇത് വന്നിട്ടുള്ള മൊഡാളിൽ തന്നെ നമ്മുടെ ആ ഒരു ഡൈയിങ് പാറ്റേൺ. അതിലിപ്പം ഇനി ഒരു പീസ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ. ഷിബോറിയുടെ ഉണ്ട്, ബാന്തിനിയുടെ ഉണ്ട്. അതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതായിരുന്നു. നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ഫാബ്രിക്കും നല്ല ഭയങ്കര സോഫ്റ്റ് മോഡാളാണ്, നല്ല ഫ്ലോ ആയിട്ടുള്ള. ഇത് കോട്ടണിൽ തന്നെ. പിന്നെ നമുക്ക് 3 പീസ് വരുന്നത് ഇതേപോലെ മൊഡാളില് ചുരിദാർ സെറ്റും വന്നിട്ടുണ്ട്. ഇത്ര നേരം ഞാൻ അത് ആലോചിക്കായിരുന്നു, ഇത് ചുരിദാർ സെറ്റ് ആയിട്ട് മെറ്റീരിയൽ ഇല്ലല്ലോ എന്നുള്ളത്. പക്ഷെ അത് അത്രയും ഇല്ല, കുറവാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇത് ഇപ്പോ ലോഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ. അപ്പൊ മോഡലില് 3 പീസിന്റെ സെറ്റ് എന്ന് പറയുമ്പോൾ ടോപ്പ്, ബോട്ടം വിത്ത് ദുപ്പട്ട, അങ്ങനെ അല്ലേ? അങ്ങനെ ഒരു കളക്ഷൻ പോലെ. ഇത് ടോപ്പ്, ബോട്ടം വിത്ത് അങ്ങനെ ദുപ്പട്ട. അപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. പിന്നെ വരുന്നത് കോട്ടണില് ഉള്ള ഒരു കളക്ഷൻ. ഇവിടെ ത്രെഡ് വർക്ക് കണ്ടുല്ലോ കുറെ. ഇതൊക്കെ കോട്ടൺ തന്നെയല്ലേ? സോഫ്റ്റ് ചന്തേരിയിൽ വരുന്നത്. അപ്പൊ ഞാൻ ഓരോന്നോരോന്ന് ഓപ്പൺ ചെയ്യണില്ല. ഓപ്പൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് ഓപ്പൺ ചെയ്തു, അതായിരിക്കും ബെറ്റർ അല്ലേ? അതെ, നേരിട്ട് ഫാബ്രിക് ഫീൽ ചെയ്ത് ടെക്സ്ചർ അറിയാം. ഇതൊക്കെ ഫുൾ ഈ ഒരു സെക്കൻഡ് ഫ്ലോർ മൊത്തം സാരീസ്, യൂണിഫോം സാരീസ്. അതും എത്ര ബൾക്ക് വേണമെങ്കിൽ അത്ര അധികം കളക്ഷൻസ് ഉണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം, അത്രയും. ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കണ്ടോ, ഓടിപ്പിച്ച് നോക്കിയേ. ഒരു ഒറ്റ ഡിസൈനിൽ തന്നെ നമുക്ക് ഇത്ര അധികം കളക്ഷൻസ് ഉണ്ട്. പക്ഷെ അതെല്ലാതും എടുക്കണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമുള്ളത് നിങ്ങളുടെ ആവശ്യത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ, പക്ഷെ കടക്കാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഇനിയിപ്പോൾ താഴത്തെ ഒരു ഫ്ലോർ കൂടെ ഉണ്ട് കവർ ചെയ്യാൻ. മെറ്റീരിയൽസിന്റെ ആണ്. 36 ഇഞ്ച് ആണ് ആ ഒരു സെക്ഷനിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പോയാലോ?
വരും. നമ്മളിപ്പോൾ ഉള്ളത് താഴത്തെ ഫ്ലോറിലാണ്. അവിടെ മൊത്തം വരുന്നത് ബ്ലൗസ് മെറ്റീരിയൽസ് രസമായിട്ട് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്തത് സൂപ്പർ ആയിട്ടുണ്ട്. ഹോൾസെയിലൊക്കെ ഇതുപോലെ ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ഇതില് എങ്ങനെയാ വെറൈറ്റീസ് എല്ലാ തരം മെറ്റീരിയൽസ് കിട്ടൂല? നമുക്ക് കോട്ടൺ ഉണ്ട്, ബ്രൊക്കേഡ് ഉണ്ട്, ബനാറസിയുടെ ഒക്കെ ആ ഒരു ടൈപ്പ്. പിന്നെ വരുന്നത് ടിഷ്യൂ ഉണ്ട്, സിൽക്ക് ബേസിലൊക്കെ ഉണ്ട്, പ്ലെയിൻ ആയിട്ടുണ്ട്, ഇതേപോലെ ത്രെഡ് വീവിംഗ് ഒക്കെ വരുന്നതുണ്ട്. ഓക്കെ. അപ്പൊ ഇതില് എങ്ങനെ ഇത് ഫുൾ ഇങ്ങനെ റോൾ എടുക്കാം? ഈ ഒരു റോള് ഫുൾ അങ്ങനെ പർച്ചേസ്. ഇതില് മുറിച്ച് തരില്ല കേട്ടോ. നേരത്തെ നമ്മൾ ആ മുകളിൽ ഫാബ്രിക്കിന്റെ മുറിച്ച് തരാന്ന് പറഞ്ഞല്ലോ 10 മീറ്റർ വെച്ചിട്ട്. അതുപോലെ ഇതില് 1 മീറ്റർ 2 മീറ്റർ ഒന്നും ചോദിച്ചിട്ട് ആരും വരണ്ട കേട്ടോ. ഇത് ഫുൾ ആയിട്ട് ഇങ്ങനെ റോൾ എടുക്കണം. ഇപ്പൊ ഈ റോളിൽ എത്ര മീറ്റർ ഉണ്ടാവും? ഒരു 18-14 14 മീറ്റർ അല്ലേ? 14 മീറ്ററിന്റെ ഒരു റോളാണ് വരുന്നത്. പിന്നെ ഡിസൈൻസ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. ഇത് ഫുൾ വീവിംഗിൽ വരികയാണെങ്കിൽ ഇതാ ഇതിന്റെ തന്നെ കളേഴ്സ് ആണ് ഈ കാണുന്നത് മൊത്തം. അപ്പൊ കളേഴ്സ് ഒരു ഡിസൈനിൽ തന്നെ കളേഴ്സ് വരും. പിന്നെ ഇതേപോലെ ഫോയിൽ പ്രിന്റിൽ വരുന്നതുണ്ട്, ഇതേപോലെ കോട്ടണിൽ പ്രിന്റ് വരുന്നത് പോലെ ഉണ്ട്. നമുക്ക് ഇതൊക്കെ ഈ ഒരു ടൈപ്പ് എല്ലാം ഇതൊക്കെ ബ്ലൗസ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇതൊക്കെ ഇതിനുള്ളിൽ തന്നെ ചെറുതായിട്ട് കാണുന്നത് ഫുൾ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്ന വർക്ക്. അപ്പോൾ പുറത്ത് നായുണ്ട് ഇന്ന് കസ്റ്റമർ വരുന്നത് കൊണ്ട്. ഇതേപോലെ സിൽവർ സെറിയിൽ വരുന്നതുണ്ട്, പേസ്റ്റൽ ഷെയ്ഡിന്റെ ബേസിസിൽ വരുന്നതുണ്ട്. ഇത് ബ്ലാക്ക് ആൻഡ് സിൽവർ. ഇപ്പൊ ഈ വിഷു ഒക്കെ വരുന്ന കാരണം ബ്ലാക്കും സിൽവർ ഇപ്പൊ ഇത്തിരി കൂടുതൽ അന്വേഷിച്ച് നടക്കുന്ന ഒരു സമയമായിരിക്കും കേട്ടോ. അതിൽ തന്നെ വെറൈറ്റികൾ ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് കുറെ വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് ഇഷ്ടംപോലെ. ഇനിയിപ്പോ ഇതിൽ എങ്ങനെയാണ് അതാ ബ്ലാക്ക് ആൻഡ് സിൽവറിന് വേറൊരു പാറ്റേൺ വരും, വേറെ പാറ്റേൺ. ഇതിൽ ബ്ലാക്ക് ആൻഡ് സിൽവർ ഒക്കെ വ്യത്യസ്തമായിട്ട് വരുന്ന. ഇത് ഫുള്ള് 14 മീറ്റർ തന്നെ വരുന്നല്ലേ? 12 എബോവ് 10 മീറ്റർ ആണ് ഇതിൽ വരിക. ഓരോ ബണ്ടിലും ഡിഫറെന്റ് ആയിട്ടുള്ള മീറ്റേഴ്സാണ് വരിക. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ പേജിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ ഓരോന്നിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കില്ലേ? ഓക്കെ. ഇത് സിൽവർ ആൻഡ് ബ്ലാക്കിൽ സിൽവർ ബ്ലാക്ക് ബ്രൊക്കേറ്റിലൊക്കെ വരുന്നത് പോലെ ഉണ്ട്. അങ്ങനെ ഇതിന്റെ ഇത് ബ്ലാക്കും സിൽവർ ആണ് കാണിച്ചത്. ഇതിന്റെ തന്നെ കളേഴ്സ് വേണമെന്ന് വെച്ചാൽ കളേഴ്സ് ആണ് ഈ മൊത്തം കാണുന്നത്. ഇതൊക്കെ അതിന്റെ കളേഴ്സിൽ വരുന്നതാണ്. കളേഴ്സിലല്ലേ? ഓക്കെ. ഇപ്പൊ എപ്പോഴും ട്രെൻഡിലുള്ള ആ ഒരു ഗ്രീൻ ബോട്ടിൽ ഗ്രീനിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കോപ്പറിൽ ഇനി ചോദിച്ചില്ല വേണ്ട, ബ്ലാക്ക് ആൻഡ് കോപ്പറിൽ വരുന്ന അങ്ങനെയും ഉണ്ട് കേട്ടോ ഷെയ്ഡ്സ്. ഇനി ഇത് കൂടാണ്ട് ടിഷ്യൂസ് ഇത് ഇവിടെ വെക്കട്ടെ കേട്ടോ. ഓർഗനൈസ് ചെയ്ത് വെച്ചത് കാണുമ്പോൾ എടുക്കാൻ തോന്നുന്നില്ല. ഇത് ഫുൾ ടിഷ്യൂല് തന്നെ ഇത്ര അധികം കളക്ഷൻസ്. ഗോൾഡിന് തന്നെ കളേഴ്സ് മാറും കേട്ടോ. പലതരം ഗോൾഡ് ആയിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള ഗോൾഡ് ഷെയ്ഡ് വരും. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ആ ഒരു റോസ് ഗോൾഡിന്റെ സെറിയിൽ വരുന്നതുണ്ട്. അതിന്റെ വർക്ക് സിൽവറും ഗോൾഡും അല്ലാതെ നമുക്ക് വേറെയും സെറിയുടെ കളേഴ്സിൽ ആഡ് ആവും. ഗോൾഡ് ടിഷ്യൂല് വരുമ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു കോപ്പറിന്റെ ഉണ്ട്, ഇപ്പൊ ഇത് കണ്ടപ്പോ നമുക്ക് ഗോൾഡിലാണ് വരുന്നത്. ഗോൾഡിൽ തന്നെ കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. ഇനി ഇത് കൂടാണ്ട് തന്നെ കളേഴ്സ് ടിഷ്യൂല് വരുന്നത് ഇത്രയും അധികം കളേഴ്സ് വരും. ഇത് ഫുൾ അതിന്റെ കളേഴ്സ്. അപ്പൊ ഇത് വരുമ്പോ റോള് മാറിയല്ലോ, മെറ്റീരിയലിന്റെ ഇത് മാറും, മെറ്റീരിയൽ മാറ്റം വരും. ഇത് എന്ത് മെറ്റീരിയൽ? അപ്പൊ ടിഷ്യൂല് തന്നെ വരുന്നത് കൊടുക്കുന്ന സെറിയുടെ ഒരു കളറിന്റെ വരുന്നതാ. ഇതാവുമ്പോ കറക്റ്റ് ആ കളറിന്റെ സെറി തന്നെ നമ്മൾ കൊടുക്കുക. മറ്റേതിലാവുമ്പോ ഗോൾഡിന്റെ സെറി ആയിരിക്കും കൊടുക്കുക. അങ്ങനെ വ്യത്യാസങ്ങൾ വരുന്നത് അല്ലേ? ഓക്കെ. പിന്നെ ഇത് കുറച്ച് നല്ല ഇതിന്റെ കുറച്ച് ഇതിന്റെ നല്ല രസമായിട്ടുണ്ട്. ഇത് റോസ് ഗോൾഡിൽ വരുന്നത് അല്ലേ? ഇതെല്ലാം ആ ഒരു പാറ്റേണിൽ വരുന്നതാണ്. എല്ലാം മാറി മാറി വരും. ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള അധികം കിട്ടാത്ത കളേഴ്സിലാണ് നമ്മൾ ഈ ടിഷ്യൂന്റെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഓരോന്ന് എടുക്കണം കാണുമ്പോൾ നല്ല രസമായിട്ടുണ്ട്. പിന്നെ വെറൈറ്റികൾ ഇഷ്ടംപോലെ ഉണ്ട്. ഇപ്പൊ ഇത് റേറ്റ് എങ്ങനെയാ വരും ഈ ഒരു ഏരിയ ഈ ഒരു സെക്ഷനിൽ വരുമ്പോൾ? എല്ലാം ആ ഒരു 50 to 100 ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ. ഇതിന്റെ ഉള്ളിലായിരിക്കും മീറ്റർ വൈസ് കിട്ടുക. അപ്പൊ അങ്ങനെ മീറ്റർ വൈസ് നോക്കുമ്പോൾ 10 മീറ്ററിന്റെ മുകളിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. പിന്നെ ഓൺലൈൻ പർച്ചേസിംഗ് ഉണ്ട്, ഡയറക്റ്റ് വരണമെങ്കിൽ ഡയറക്റ്റ് വരാം. ഇതൊക്കെ ടിഷ്യൂല് കേട്ടോ. എന്തോരം കളർ ഓപ്ഷൻസാ ടിഷ്യൂലാണ് കൂടുതൽ. കൂടുതൽ ടിഷ്യൂസിലാണ് വരുന്നത്. പിന്നെ ഈ മുകളിൽ കാണുന്ന ഈ ബണ്ടിലായിട്ടിരിക്കുന്നത് എന്താ? അത് സാറ്റിൻ ഫിനിഷിൽ വന്നിട്ടുള്ള ബ്രൊക്കേഡ് ആണ് വരുന്നത്. ഇതും ബ്ലൗസിന്റെ തന്നെയാണ്? ബ്ലൗസ് മെറ്റീരിയൽ തന്നെ. ഓക്കെ. പിന്നെ ഇതൊക്കെ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. നമ്മുടെ പൂജ സിൽക്ക്, ബട്ടർ സിൽക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരും. ഇതിൽ നമുക്ക് എല്ലാ കളേഴ്സും മാക്സിമം ഒരുവിധം എല്ലാ കളേഴ്സും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതിൽ നമ്മൾ നേരത്തെ ടിഷ്യൂല് പ്ലെയിൻ കണ്ടു, അതിൽ തന്നെ ചെറിയ ബോർഡറിൽ ഇങ്ങനെ ഫിനിഷിങ് വർക്ക് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അതില് കളേഴ്സും ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോ 2 കളർ കയ്യിലെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് വരുന്നത്. കളേഴ്സ് ഉണ്ട്. അപ്പൊ ടിഷ്യൂസിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടെന്ന്. ഇനി ഇത് കൂടാണ്ട് ഇവിടെ വേറെ ഒക്കെ ചുരുട്ടി കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ. ഇതെന്താ സംഭവം? ഇതെല്ലാം
പൂജ സിൽക്ക്, ബട്ടർ സിൽക്ക് എന്ന് പറയുന്നതാണ്. ഓരോന്നും ഓരോ കളേഴ്സ് കോമ്പിനേഷനിലാണ് വരുന്നത്. ഇത് എടുക്കണേക്കാളും നല്ലതേ ഇങ്ങോട്ടൊന്ന് വന്നിട്ട് ഇങ്ങനെ ഒന്ന് എത്തിച്ചു നോക്കിയപ്പോ എല്ലാം കളേഴ്സ് ഇതിൽ കാണാൻ പറ്റൂട്ടോ. കണ്ട ഏത് കളർ ചോദിച്ചാൽ ആ കളറൊക്കെ ഇവിടെ ഉണ്ടാവും അല്ലേ. ഇവിടെ വരാണെങ്കിലും നല്ല വെറൈറ്റി കളേഴ്സ് ഉണ്ട് അല്ലേ. സാരി കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളത്, പക്ഷെ അങ്ങനെ മാച്ചിങ് ആയിട്ട് കിട്ടില്ല കേട്ടോ. കാരണം ഇത് ഹോൾസെയിലാണ്, നമുക്ക് ഒരു ഫുൾ റോള് തന്നെ എടുക്കണം. കടക്കാർക്ക് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താ സംഭവം, ഈ പ്ലെയിൻ കോട്ടൺ ആണ്, കോട്ടണിൽ പ്ലെയിനിൽ വരുന്നത് 2x2 ആണോ? ആ ഒരു കോമ്പിനേഷനിൽ വരും. ഇതിൽ നമുക്ക് കളേഴ്സ് ഉണ്ട്. പ്ലെയിൻ ബ്ലൗസ് തയ്ക്കാൻ ആവശ്യമുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാന്നല്ലേ. ഇതിന്റെ കളേഴ്സ് ഇതൊക്കെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ ഇതിന്റെ വരുന്നത്. ഇത് മൊത്തം ഇതിന്റെ കളേഴ്സ് ആണ്. അപ്പൊ കോട്ടണിൽ വരുന്നത്. ഇത് കൂടാണ്ട് ഇപ്പുറത്തും സ്ഥലമില്ലാണ്ട് ഇപ്പൊ ഇവിടെ കുറെ മാറ്റി വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി ലൊക്കേഷൻ നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ, ഇത് എവിടെയാ സ്ഥലം എന്നുള്ളത്? വരുന്നത് എറണാകുളത്ത് ബ്രോഡ്വേയിലാണ്. നമ്മുടെ പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡിൽ വരും. KPK ടവേഴ്സ് എന്നാണ് പറയാം. ആ ഒരു നിയർ ബൈ ആ ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ 3 ഫ്ലോറിൽ വന്നിട്ടുള്ളത്. 3 ഫ്ലോറിൽ ഡിഫറെന്റ്. അപ്പൊ നമുക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സെക്ഷനിലേക്ക് വന്നാൽ മതി. ഇപ്പൊ നമുക്ക് ബ്ലൗസിന്റെ സെക്ഷനിലാണെങ്കിൽ ബ്ലൗസിന്റെ സെക്ഷനിലേക്ക് വന്നാൽ മതി, സാരീസ് ആണെങ്കിൽ സാരീസ് ആണെങ്കിൽ. പക്ഷെ എല്ലാത്തിനും ആദ്യം തന്നെ മെയിൻ സ്ഥലത്തേക്ക് വന്നിട്ട് വേണം ഈ സ്ഥലത്തേക്കൊക്കെ പോകാനായിട്ട്. അറിയേണ്ട എവിടെ ആൾക്കാരുണ്ടെന്ന് വന്നിട്ടുള്ളതെന്നത്. അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ്. എറണാകുളത്ത് പോസ്റ്റ് ഓഫീസ് ലിങ്ക് റോഡിന്റെ അടുത്താണ് ഹോണർ ഏജൻസി എന്ന് പറയുന്നത്. വെറൈറ്റി ഫാബ്രിക്സിന്റെ ഒരുപാട്. ഇപ്പൊ എങ്ങനെയുണ്ട് കണ്ടിട്ട് മനസ്സിലൊരു തൃപ്തി തോന്നില്ല. ഇനി ഒന്നുകൂടി തൃപ്തി കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.